കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് വി.ഡി. സതീശൻ സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റത്. കഴിഞ്ഞ ഒരാഴ്ചയിൽ തന്നെ നിരവധി ആരോപണങ്ങൾ ഉയർന്നു പൊങ്ങുന്നത് നമ്മൾ കണ്ടു. എല്ലാ ആരോപണങ്ങളും ചർച്ചയായി. മലയിടം തുരുത്തിലെ ഒഴിപ്പിക്കൽ, മുനമ്പം സമരം, മുഖ്യമന്ത്രിയുടെ ഗുരുവായൂർ സന്ദർശനം, രത്തൻ ഖേൽക്കറുടെ പുതിയ തസ്തിക എല്ലാം വിവാദമായി. വി.ഡി. സതീശൻ്റെ മുഖം മൂടി അഴിഞ്ഞു വീണു എന്നാണ് ബി.ജെ.പി. മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ. സുരേന്ദ്രൻ്റെ വിമർശനം. യു.ഡി.എഫ്. സർക്കാർ അധികാരത്തിലെത്തി മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ പാവപ്പെട്ട ജനങ്ങൾക്കെതിരെ പോലീസ് കടന്നാക്രമണം നടത്തി എന്ന് ആരോപിച്ചു CPM സംസ്ഥാന സെക്രട്ടറി M.V. ഗോവിന്ദൻ. എല്ലാ ആരോപണങ്ങളും തള്ളിക്കളഞ്ഞ് മുഖ്യമന്ത്രി ഇന്ന് വിവാദങ്ങൾക്ക് മറുപടി പറഞ്ഞു. മുനമ്പത്ത് മുൻ സർക്കാർ നിയമിച്ച വഖഫ് ബോർഡാണ് പ്രശ്നം സങ്കീർണമാക്കിയത് എന്ന് ആരോപിച്ചു മുഖ്യമന്ത്രി. രത്തൻ ഖേൽക്കറാണോ UDF-ന് 102 സീറ്റ് വാങ്ങിച്ചു തന്നത് എന്ന് പരിഹാസച്ചുവയോടെ തിരിച്ചടിച്ചു വി.ഡി. സതീശൻ. മുഖ്യമന്ത്രിയുടെ മറുപടി ആരോപണങ്ങളുടെ മുനയൊടിച്ചു. വി.ഡി. സർക്കാർ ആദ്യ ആഴ്ചയിൽ തന്നെ പ്രതിരോധത്തിലായോ അതോ പ്രതിച്ഛായ കൂട്ടിയോ? ഈ വിഷയമാണ് ന്യൂസ് 18 പൊതുവേദി ഇന്ന് ചർച്ച ചെയ്യുന്നത്. എല്ലാവർക്കും പൊതുവേദിയിലേക്ക് സ്വാഗതം. ഇന്ന് വലിയ ഒരു വിമർശനങ്ങളുടെ ഒരു വലിയ പരമ്പരയ്ക്കാണ് മുഖ്യമന്ത്രി മറുപടി പറഞ്ഞത്. പ്രധാനമായും ഈ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം അംഗീകരിച്ചു എന്നൊക്കെ മുഖ്യമന്ത്രി അറിയിക്കുകയും ചെയ്തു. അതിനുശേഷം മാധ്യമങ്ങളുമായി പങ്കുവച്ച ഘട്ടത്തിൽ നിരവധി ആരോപണങ്ങൾക്ക് മുഖ്യമന്ത്രി മറുപടി പറഞ്ഞു. അതിൽ പ്രധാനമായി ഒന്ന് രത്തൻ ഖേൽക്കറുടെ മുഖ്യമന്ത്രിയുടെ സെക്രട്ടറിയായുള്ള നിയമനമാണ്. അത് വി.ഡി. സതീശൻ അതിനോട് പ്രതികരിച്ചു. നിലവിലെ വിവാദങ്ങൾക്ക് അടിസ്ഥാനമില്ല എന്നാണ് മുഖ്യമന്ത്രി വ്യക്തമാക്കിയത്. ഖേൽക്കർ മികച്ച ട്രാക്ക് റെക്കോർഡുള്ള ഉദ്യോഗസ്ഥനാണ് എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ബംഗാളിലെ സാഹചര്യമല്ല കേരളത്തിലെ സാഹചര്യം എന്നാണ് മുഖ്യമന്ത്രിയുടെ ഒരു പ്രതികരണം ഉണ്ടായത്. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ഗുരുവായൂർ സന്ദർശനം ഒരു വലിയ വിഷയമായി ചർച്ചയിലുണ്ടായിരുന്നു. അപ്പോൾ സ്വാഭാവികമായും താൻ 1000 രൂപയുടെ ഒരു റെസീറ്റ് എടുത്താണ് അവിടെ ഗുരുവായൂരിനകത്തേക്ക് പോയതെന്ന് മുഖ്യമന്ത്രി പറയുന്നു. ഇത് വിവാദമാകുമെന്ന് തനിക്ക് നേരത്തെ അറിയാമായിരുന്നു. ആളുകൾക്ക് യാതൊരു തരത്തിലുള്ള തടസ്സവും താൻ ഉണ്ടാക്കിയില്ല എന്ന് മുഖ്യമന്ത്രി പറയുകയും ചെയ്യുകയാണ്. എന്നോടൊപ്പം ശിവദാസൻ ബാലരാംപുരത്ത് നിന്ന് ചേരുന്നു. ശിവദാസൻ, ഈ ഒരാഴ്ച എങ്ങനെ വിലയിരുത്തും? ചുരുങ്ങിയ വാക്കുകളിൽ, സമയം ഇങ്ങനെ അതിക്രമിക്കുന്നുണ്ടോ? ഒന്നും പറയാൻ സാറേ, ഒന്നും പറയാനായിട്ടില്ല. ഇതൊക്കെ ഒന്ന് നടക്കട്ടെ. ഇനി എന്താന്ന് നമുക്ക് കണ്ടറിയാം. ഇന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. വ്യക്തമാണ്. സന്തോഷ് കൂടി എന്നോടൊപ്പം കാസർഗോഡ് നിന്ന് ചേരുന്നു. സന്തോഷ്, ആദ്യത്തെ ആഴ്ച സന്തോഷിന് എന്ത് തോന്നുന്നു? പ്രതിച്ഛായ മങ്ങിയോ മെച്ചപ്പെട്ടോ? പ്രതിച്ഛായ മങ്ങിയോന്ന് വെച്ചാൽ ഗുരുവായൂരത്തെ ഒരു പ്രശ്നം ഒരു ഇത് തന്നെയാണ്. മുഖ്യമന്ത്രിയുടെ മാത്രമല്ല, ആ A.P. അനിൽകുമാറിന്റെ മകന്റെ കല്യാണത്തിന് ഔദ്യോഗിക വാഹനം ഉപയോഗിച്ചത് ഒരു പ്രശ്നം തന്നെയാണ്. അത് ജനങ്ങളുടെ മുമ്പിലേക്ക് എത്തുമ്പോൾ അത് മുൻ സർക്കാർ ചെയ്തതിന് അതേ രീതിയിൽ ചെയ്യുന്ന ഒരു കാര്യം പോലെ എനിക്ക് തോന്നുന്നു. പിന്നെ രണ്ടാമത് അവിടുത്തെ മലയിടം അവിടുത്തെ പിന്നെ ആൾക്കാരുടെ പ്രശ്നത്തിൽ എന്ന് വെച്ചാല് അത് സർക്കാരിനെ ഒന്നും പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. അവിടെ പിന്നെ പോലീസ് വകുപ്പിൽ തന്നെ പ്രേക്ഷകരുള്ളതുകൊണ്ട് വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. മഹി കിള്ളിപ്പാലത്ത് നിന്ന് എന്നോടൊപ്പം ചേർന്നു. മഹി, ചുരുങ്ങിയ വാക്കുകൾ. നമസ്കാരം സാറേ. 6 മാസം പോട്ട് ഇപ്പൊ ഒരാഴ്ച ആയപ്പോ ഈ ഗതി 6 മാസം കഴിയുമ്പോൾ കാര്യങ്ങൾ കുറെ കൂടെ വ്യക്തമാകുന്നു. ശരി, വ്യക്തമാണ്. അപ്പോൾ എന്നോടൊപ്പം ജയകുമാർ യൂട്യൂബിൽ നിരവധി പ്രേക്ഷകർ ഇന്ന് എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്. ഇപ്പോൾ ജയകുമാർ എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്. ഗോമാതാജി നമസ്കാരം മനു എന്നൊക്കെ പറയും. കഴിഞ്ഞ ദിവസം ഞാൻ ഗോമാതാജിയെ നോക്കി. ഗോമാതാജി നമുക്ക് കാണാൻ കഴിഞ്ഞില്ല. ഏതായാലും ഇന്ന് അദ്ദേഹം വന്നിട്ടുണ്ട്. എനിക്ക് ചുവന്ന ഹൃദയം അയച്ചിട്ടുണ്ട്. ശശിധരൻ പിള്ളൈ എന്നോടൊപ്പം ചേർന്നിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഷിജു നല്ല തുടക്കം എന്ന് പറയുന്നു. ഏതായാലും പെട്രോളിൻ്റെ വില 115 രൂപയായി എന്ന് പൊതുവേദി പ്രേക്ഷകരെ ഓർമ്മപ്പെടുത്തുകയാണ് ഷിജു. ഓക്കെ, അപ്പോൾ സുനിമോൾ കഴിഞ്ഞ ദിവസം എന്തോ തിരക്കിൽപ്പെട്ടു പോയി വൈകി വന്ന സുനിമോൾ ഇന്ന് നേരത്തെ എത്തിയിട്ടുണ്ട്. നമ്മുടെ പൊതുവേദിക്കൊപ്പം ചേർന്നിട്ടുണ്ട്. 3650 ദിവസം കേരളത്തിലെ ജനങ്ങൾ സഹിച്ചു, ക്ഷമിച്ചു. എന്നിട്ടിപ്പോൾ 8 ദിവസം മാത്രം പ്രായമായ സർക്കാരിനെ സഹിക്കാൻ ഇവിടുത്തെ പ്രതിപക്ഷത്തിന് സാധിക്കുന്നില്ല. ഇതെന്തൊരു കഷ്ടമാണ് എന്ന് എന്നോട് ശ്രീ ശശിധരൻ പറയുന്നു. അപ്പോൾ ഗോമാതാജി പറയുന്നത് മുനമ്പം 10 മിനിറ്റ് കൊണ്ട് ശരിയാക്കുമെന്ന് പറഞ്ഞ മഹാൻ ആണ്
വി.ഡി. സതീശൻ ക്രിസ്ത്യാനികൾക്ക് ഒരു തെറ്റിദ്ധാരണയുണ്ട്, കോൺഗ്രസ് അവരുടെ കൂടെ നിൽക്കുമെന്ന്. അത് തെറ്റിദ്ധാരണയാണ് എന്ന് എന്നോട് ഗോമാതാജി പറയുന്നു. പ്രമോദ് നാണു പറയുന്നത് വഖഫ് 10 മിനിറ്റ് കൊണ്ട് ശരിയാക്കുമെന്ന് പറഞ്ഞു, ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞു എന്ന് പറയുന്നു. സുനിമോൾ പറയുന്നത് ആദ്യ ആഴ്ച കുഴപ്പമില്ലാതെ പോകുന്നു, ഇനിയുള്ള ഭരണം എങ്ങനെ ഉണ്ടാകും എന്ന് കണ്ടറിയണം എന്നാണ് എന്നോട് പറയുന്നത്. ബ്ലൈറ്റി ഡേയ്സ് എന്നോടൊപ്പം ചേർന്നു, നമസ്കാരം എന്ന് പറയുന്നുണ്ട്. ബ്ലൈറ്റി ലണ്ടനിലിരുന്ന് നമ്മുടെ പൊതുവേദി കാണുന്നു എന്ന് അറിയുന്നതിൽ തന്നെ സന്തോഷം. അപ്പോൾ ബ്ലൈറ്റി നമ്മുടെ ഒരു സ്ഥിരം പ്രേക്ഷകൻ, ഹരി എന്നാണ് അയാളുടെ യഥാർത്ഥ പേര്, ഇതിൽ ബ്ലൈറ്റി എന്ന് ആണ് ഡേയ്സ് എന്ന അദ്ദേഹത്തിൻ്റെ ചാനലിൻ്റെ പേരിലാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ബ്ലൈറ്റി ഡേയ്സ് അല്ല, യഥാർത്ഥത്തിൽ ഹരി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അപ്പോൾ ഹരി അവിടെ ഇരുന്ന് ലണ്ടനിലിരുന്ന് നമ്മുടെ പരിപാടി കാണുന്നു. അപ്പോൾ ശിവദാസൻ നായർ നമ്മുടെ സ്ഥിരം പ്രേക്ഷകൻ, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ആളാണ്. മിസ്റ്റർ മനു, സെക്രട്ടേറിയറ്റിലെ താപ്പാനകൾ സതീശിനെ കുഴിയിൽ ചാടിക്കുമെന്ന് ഞാൻ മുമ്പ് ഞാൻ ഓർക്കുന്നു, മുമ്പ് പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ. അതിപ്പോൾ തുടങ്ങി. ജയതിലക് നിസ്സാരക്കാരനല്ല, അപ്പോൾ ജയതിലക് IAS-നെയൊക്കെ സൂക്ഷിക്കണം എന്ന് വി.ഡി. സതീശനോട് നമ്മുടെ പ്രേക്ഷകൻ പറയുകയാണ്. സദാശിവൻ നായർ ഇത് വെറുതെ പറയുകയില്ല, അദ്ദേഹത്തിന് സെക്രട്ടേറിയറ്റിലെ കാര്യങ്ങൾ വളരെ കൃത്യമായി അറിയാവുന്നത് കൊണ്ടുകൂടിയാണ് ഇങ്ങനെ ചിലത് പറഞ്ഞു നൽകുന്നത്. ഏതായാലും വി.ഡി. സതീശുമായി ബന്ധപ്പെട്ട ആളുകൾ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ അവരിത് ശ്രദ്ധിക്കും എന്ന് ഞാനും വിചാരിക്കുന്നു. നമസ്കാരം എന്ന് എന്നോട് പറയുന്നത് കൃഷ്ണൻകുട്ടിയാണ്, ചുവന്ന ഹൃദയമൊക്കെ ഉണ്ട് എല്ലാവർക്കും വേണ്ടി. അപ്പോൾ KG കുമാർ കൊട്ടാരക്കരയിൽ നിന്ന് എന്നോടൊപ്പം ചേരുന്നു. കുമാർ, ചുരുങ്ങിയ വാക്കുകളിൽ. ഹലോ. ആദ്യത്തെ ആഴ്ച എന്തായാലും ഗംഭീരമാണ്, ഇനി അങ്ങോട്ടും ഇതേപോലെ തന്നെ പോകട്ടെ എന്ന് വിചാരിക്കുന്ന കാര്യം. പിന്നെ രാഷ്ട്രീയമല്ലല്ലോ, കാര്യങ്ങളെല്ലാം നന്നായിട്ട് നടക്കണം. പിന്നെ KG കുമാറിന്റെ പാർട്ടി നേതാവ് പറഞ്ഞത് ഒരാഴ്ച കൊണ്ട് മുഖം മൂടി അഴിഞ്ഞു വീണു എന്നാണ്. അഴിഞ്ഞു വീണോ? അല്ല, രാഷ്ട്രീയമായിട്ടുള്ള വിമർശനങ്ങൾ പല രീതിയിലും ഇങ്ങനെ വരുമല്ലോ. ഇപ്പൊ നരേന്ദ്രമോദിക്ക് എന്തെല്ലാം കേൾക്കേണ്ടി വരുന്നുണ്ട്. അത് ഇങ്ങനെയാണ്. ഇങ്ങനെ പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിൽ നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ വിമർശനങ്ങൾ ഒന്നിനു പുറമെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അത് വേറെ കാര്യം. പക്ഷെ ഞാൻ വ്യക്തിപരമായിട്ട് പറയുകയാണ്, പിന്നെ ഈ മന്ത്രിമാരുടെ സ്റ്റാഫുകൾക്ക് 4 വർഷം സേവനം ചെയ്താലേ പെൻഷൻ കൊടുക്കൂ എന്നൊരു തീരുമാനം എടുത്തത് നല്ലതാണ്. പക്ഷെ ഈ സ്റ്റാഫുകളുടെ എണ്ണം വളരെ കൂടുതലാണ്, മറ്റു സംസ്ഥാനങ്ങളിലൊന്നും ഇത്രയില്ല. ഈ കഴിഞ്ഞ മന്ത്രിസഭ കടന്നപ്പള്ളി രാമേന്ദ്രനെ പോലെ യാതൊരു അധികാരവും ഇല്ലാത്ത അദ്ദേഹത്തിന് വരെ 23 സ്റ്റാഫുകൾ ഉണ്ടായിരുന്നു. അത് എല്ലാം 2 വർഷം കഴിയുമ്പം മാറ്റിയിട്ട് അവർക്ക് പെൻഷൻ കൊടുക്കും, എന്നിട്ട് 2 വർഷം വീണ്ടും. അത് ഇപ്പൊ 4 വർഷമാക്കി. പക്ഷെ എണ്ണം ഒരു 10ആയി പരിമിതപ്പെടുത്തുവാണെങ്കിൽ വളരെ നല്ലതാണ്. ശരി, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. വർഗീസ് എന്നോടൊപ്പം പെരുമ്പാവൂരിൽ നിന്ന് ചേരുന്നുണ്ട്. ശ്രീ വർഗീസ് കുറെ ദിവസമായോ വിളിച്ചിട്ട്? ശ്രീ വർഗീസ് TV-യിലേക്ക് ശ്രദ്ധിക്കുകയാണ്. വർഗീസേ, ഞാൻ വർഗീസിലേക്ക് മടങ്ങി വരാം. അപ്പോൾ എന്നോടൊപ്പം കൂടുതൽ ആളുകൾ യൂട്യൂബിൽ ചേരുന്നുണ്ട്. ഇനി ഗോവിന്ദൻ്റെ കളികളൊന്നും കേരളത്തിൽ ജനങ്ങൾ അനുവദിക്കില്ല എന്നൊക്കെയാണ് ജയകുമാർ പറയുന്നത്. ഓക്കെ, അപ്പോൾ കൃഷ്ണൻകുട്ടിയും സുനിമോളും എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ വർഗീസ് കേൾക്കാമോ? ഹലോ, കേൾക്കാം. എന്താ ഈ ടെലിഫോൺ നേരത്തെ പ്രശ്നമായിരുന്നോ? ഞാൻ സംസാരിക്കുന്നത് ഞാൻ ടിവിയിൽ ശ്രദ്ധിച്ച ഫോണിൽ വഴിയിൽ ഇരിക്കുകയായിരുന്നു. അതോട്ടെ ഞാൻ പറയട്ടെ, ഈ ഏതൊരു ഗവൺമെന്റ് അധികാരത്തിൽ കയറുമ്പോൾ ആദ്യം ഒരാഴ്ച ജനങ്ങൾ ശ്രദ്ധിക്കും ഇവരെന്ത് ചെയ്യണമെന്ന് പറയാൻ. പക്ഷെ ഇവിടെ മലയുടെ ദുരിത സംഭവം എന്ന് പറഞ്ഞാൽ അന്ന് CPM തടയാനുണ്ടായിരുന്നില്ലെങ്കിൽ പോലീസ് നേരത്തേനെ അവര് മന്ത്രിയുടെ ഉത്തരവ് ആഭ്യന്തര ഉത്തരവ് വന്നപ്പോഴാ അത് അവിടെ പൊളിച്ചു കഴിഞ്ഞാൽ അവർ തടയാണ്ടായില്ലെങ്കിൽ. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഈ വർഗീസ് തെരഞ്ഞെടുപ്പ് ഫലം എങ്ങനെ വരുമെന്ന് എന്നോട് പറഞ്ഞെന്ന് ഓർമ്മയുണ്ടോ? ഞാൻ പറഞ്ഞത് മിക്കവാറും അവർ ജയിക്കാൻ സാധ്യതയുണ്ട്, പക്ഷെ തമ്മിലടി ആയിരിക്കും. ഞാൻ അത് അടി ഓണം കാത്തിരിക്കാന്ന് തന്നെ പറഞ്ഞത്. ഇപ്പോഴും അങ്ങനെ തന്നെ പറഞ്ഞത്. ഞാൻ ഒരിക്കലും LDF അധികാരത്തിൽ വരുമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. കാരണം അവര് വരുമായിരിക്കും എന്നാ പറഞ്ഞത്. കാരണം ഞാൻ ചോദിക്കുന്ന ആളുകളൊക്കെ എന്നോട് പറഞ്ഞറിയാമോ, ഇവര് 10 വർഷമായില്ലേ ഭരിക്കണു, ഒന്ന് മാറട്ടെ എന്ന് പലരും പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയേണ്ടി വന്നത്. അപ്പൊ ഈ LDF ഉള്ളത് കൊണ്ടാണ് ഈ സമരം നടന്നതെന്നാണ്. അപ്പൊ 10 വർഷം കൊണ്ട് ഞാൻ പറഞ്ഞ LDF അവിടെ തടഞ്ഞില്ലായിരുന്നെങ്കിൽ മന്ത്രിയുടെ ഓർഡറൊക്കെ എത്ര അവിടെ ആക്ട് ചെയ്തിരുന്നെങ്കിൽ, ഈ 10 വർഷം കൊണ്ട് ആക്ട് ചെയ്തിരുന്നെങ്കിൽ ഈ പ്രശ്നം ഉണ്ടാവുമായിരുന്നോ? അല്ല, ആക്ട് ചെയ്യേണ്ട കാര്യമില്ല. എന്നാ പറയുമ്പോ അവര് പറയുന്നത് അവര് ജനിച്ചു വളർന്ന മണ്ണില് അവർക്ക് അവരെന്തോ പറഞ്ഞോട്ടെ. നിങ്ങളിത് ഈ 10 വർഷം എവിടെയായിരുന്നു? ഈ മനുഷ്യർ 14 തവണ ഒഴിപ്പിക്കാൻ ആളുകളുണ്ട്. അവിടെ ആ കേസ് കോടതി കിടക്കല്ലേ? അപ്പൊ ഈ 10 വർഷം അവര് പറഞ്ഞ എനിക്ക് ഞങ്ങളിവിടെ ജനിച്ചു വളർന്ന കോടതി. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ശ്രീ വർഗീസേ, ഈ 10 വർഷം ഇത് കോടതിയിൽ നിന്ന് വെക്കേറ്റ് ചെയ്തെടുക്കാൻ കഴിഞ്ഞില്ലേ? ഇവരെ പുനരധിവസിപ്പിക്കാൻ കഴിഞ്ഞില്ലേ? ആ ഭൂമിയുടെ ഉടമകൾ പോകുന്നുണ്ട്, മനസ്സിലായില്ലേ? അതെ, ഞാൻ ചോദിക്കുന്നത് ഈ 10 വർഷം ഈ സർക്കാർ എവിടെയായിരുന്നു? എന്തിനാണ് സർക്കാർ? അവര് ആദ്യം പ്രതി അവര് നിങ്ങൾ പോയി അത് തടയാൻ നിൽക്കുന്നു. ഇത്രയും കാലം
കൈമലർത്തി നിന്നിട്ട് ഇപ്പൊ പോയി തടയുന്നുണ്ട്. അല്ലല്ല, കേരളത്തിലെ ഒരുത്തനെ പുറപ്പെടാൻ കിടക്കണത്തിന് ഇറക്കി വിടാൻ പറ്റില്ല. അതാണ് അവിടെ പാർട്ടിക്കാർ. അതെ ഞാൻ ചോദിക്കുന്നത്, ഈ 10 വർഷം അധികാരത്തിലുണ്ടായിരിക്കുമ്പോൾ ഈ ബോധം ഉണ്ടായിരുന്നില്ലേ? ഈ 10 വർഷം അവിടെ പോലീസുകാർ വന്നപ്പോഴൊക്കെ ഇറക്കി വിട്ടില്ല. അവര് വന്നപ്പോ അവര് എതിർപ്പ് പറഞ്ഞപ്പോ പോലീസുകാരെ പോയി. ഇത് അങ്ങനെയല്ല, ജലപീരങ്കിയായിട്ടാ വന്നത്. മനസ്സിലായില്ലേ? അപ്പൊ ഇതില് ശ്രീ വർഗീസ് അങ്ങ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കോടതി ആണ് ഈ നടപടികളുമായി വരുന്നത്. അപ്പൊ അതിനെ നിയമപരമായി നേരിടുകയാണ്. അല്ലാതെ ഞങ്ങൾ തടയും എന്ന് പറയുന്നത് ശരിയായ രീതിയല്ല. പക്ഷെ നിയമപരമായി നേരിടേണ്ട ഉത്തരവാദിത്വം ഉണ്ടായിരുന്ന ഒരു സർക്കാരിനാണ്. ഇവരെ അന്നേ പുനരധിവസിപ്പിക്കേണ്ടതാണ്. അന്നത് ചെയ്തില്ല. അതല്ലേ അതിലേക്ക് വീഴ്ച. ഇത് ഈ മനുഷ്യരെ പുനരധിവസിപ്പിക്കണം. കോടതി ഉത്തരവ് നിങ്ങൾക്ക് തടയാൻ കഴിയുമോ? എത്ര കാലം തടയാൻ കഴിയും? ശ്രീ വർഗീസ് ഈ ചോദ്യത്തിന് മറുപടി പറയാം. ഒരു കോടതിയുടെ ഉത്തരവ് നിങ്ങൾക്ക് എത്ര കാലം ബലം പ്രയോഗിച്ച് തടയാൻ കഴിയും? അങ്ങനെ തടഞ്ഞാൽ അവർക്ക് ആ സ്ഥലത്തിന്റെ ഇങ്ങനെ അല്ലല്ല കഥാപ്രസംഗം പോലെ ഇത് പഠിച്ചു പറയുന്നത്. ഞാൻ ചോദിക്കുന്നത് നമുക്ക് ഒരു പോയിന്റിലേക്ക് വരാം. കോടതിയുടെ ഉത്തരവ് നിങ്ങൾക്ക് എത്ര കാലം തടയാൻ കഴിയും? എന്റെ ഒരു ഭൂമി കോടതി പറയുന്നത് വേറെ ആളുടെ ആണെന്ന് പറഞ്ഞാൽ പിന്നെ ആ ഭൂമി ഞാൻ എത്ര കാലം താമസിച്ചാലും എനിക്ക് അതിന്റെ ഉടമസ്ഥാവകാശം കിട്ടും. അല്ലല്ല ഇതിന് മറുപടി പറ. ഞാൻ ചോദിച്ചതിന് മറുപടി പറ. അങ്ങ് പഠിച്ചു പറയാൻ കാര്യങ്ങൾ എല്ലാ കോടതിയിലും നടന്നിട്ടില്ല. ഞാൻ പറഞ്ഞുതരാം. സുപ്രീം കോടതിയിൽ വിധിച്ച കേസാണ് ഓർത്തഡോക്സുകാർക്ക് പള്ളി പിടിച്ചോളാൻ പറഞ്ഞിട്ട് ഇയാൾക്ക് പിടിച്ചു കൊടുത്തിട്ടുണ്ടോ? എല്ലാം പിടിച്ചു കൊടുത്തിട്ടുള്ളല്ലോ. അതുപോലെ അവിടെ മാലിന്യ പ്ലാന്റിന് ഞാൻ ചോദിക്കുന്നത് ഇതും രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, നിങ്ങൾ ഒരു പൊതു ഇടത്തിന്റെ കാര്യത്തിലാണ്. എൻ്റെ ഒരു ഭൂമി, ഒരു വ്യക്തിയുടെ ഭൂമിയും അത് ഒരേപോലെ കണക്കാക്കാൻ പറ്റുമോ? എന്റെ ഭൂമി ഇത് കേൾക്ക്. അല്ലല്ല അങ്ങനെ ഈ ബഹളം ഉണ്ടാക്കി അത് പറഞ്ഞു പോകാൻ ഇല്ല അത് പറ്റില്ല. അങ്ങനെ ബഹളം ഉണ്ടാക്കി അങ്ങ് പോലെ അവിടെ നിൽക്ക്. എന്റെ ഒരു ഭൂമി, എനിക്ക് അതിന്റെ ഉടമസ്ഥാവകാശം കിട്ടിയാലല്ലേ എനിക്കത് പണയപ്പെടുത്താനോ അതിലെന്തെങ്കിലും നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താനോ കഴിയും. ഒരു സഭയ്ക്കുള്ള ഒരു തർക്കമുള്ള ഭൂമി പോലെ ഒരാണോ ഇത് പറയുന്നത് കേൾക്കാത്ത ഇത് പറയുന്നത് കേൾക്കാൻ അങ്ങേക്ക് എന്തത്ര അസഹിഷ്ണുത? ഈ പറയുന്നത് കേൾക്കാൻ എന്തത്ര അസഹിഷ്ണുത? അല്ല എന്താണ് അങ്ങേക്ക് ഇത്ര അസഹിഷ്ണുത? എന്താണ് അങ്ങേക്ക് പറയാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. അങ്ങ് എന്താ പഠിച്ചു വെച്ചിട്ട് അതിങ്ങനെ ഒന്നും പറയില്ല. ഞാൻ ചോദിക്കുന്നത്, ഞാൻ പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഒരു വ്യക്തിക്ക് ഒരു ഭൂമി ഉണ്ടെങ്കിൽ ആ ഭൂമിയിൽ ഉടമസ്ഥാവകാശം വേണ്ടേ? അയാൾക്ക് അതിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താൻ കഴിയണ്ടേ? അയാൾക്ക് അത് ആവശ്യത്തിന് വേണമെങ്കിൽ പണയപ്പെടുത്തി ലോൺ എടുക്കാൻ കഴിയണ്ടേ? ഇത് ഒരു സഭയുടെ തർക്കത്തിൽ നടന്നില്ല എന്ന് കരുതി അതിപ്പോൾ ആർക്കാണെന്ന് വ്യക്തമാകാതെ അങ്ങനെ നിൽക്കുകയാണെങ്കിൽ കൂടി അത് മുന്നോട്ട് കൊണ്ടുപോകാൻ അവർക്ക് കഴിയുന്നുണ്ട്. ഒരു വ്യക്തിക്ക് അങ്ങനെ കഴിയുമോ? അപ്പൊ ഇത് ഈ മനുഷ്യരെ പുനരധിവസിപ്പിക്കേണ്ടതോ അല്ലെങ്കിൽ ഈ പ്രശ്നം ചെയ്യേണ്ടത് ഈ 10 വർഷം നോക്കേണ്ടതായിരുന്നില്ല. ഇന്നാണോ നിങ്ങൾ ഇവിടെ ആദ്യമായിട്ട് ചെല്ലുന്നല്ലേ? അല്ല ഞാൻ പറയുന്നത്, ആ മനുഷ്യര് അവരുടെ ഭൂമി ആദ്യം അളന്ന് അതിൽ പുറമ്പോക്ക് എത്രയാണ്, അവർ പുറമ്പോക്കിലാണോ മറ്റ് അത് ആദ്യം പരിശോധിക്കേണ്ട ഒരു ഉത്തരവാദിത്വം സർക്കാരിനുണ്ടായിരുന്നില്ലേ? രണ്ടാമത്തെ കാര്യം, ഇനി അവർക്കെതിരെ കോടതി വിധി വരുന്നു എന്ന് കണ്ടാൽ അവരെ പുനരധിവസിപ്പിക്കേണ്ട ഉത്തരവാദിത്വം സർക്കാരിനുണ്ടായിരുന്നില്ലേ? അതൊന്നും ചെയ്യാതെ ഇപ്പൊ സമരം ചെയ്യാൻ പോയിട്ട് പുറത്തു വെച്ചിട്ട് എന്താ കാര്യം? അല്ലല്ല, പാർട്ടിയെ സംബന്ധിച്ച് പാവങ്ങളെ ഭൂമിയിൽ നിന്ന് ഇറക്കി വിട്ട് കഴിഞ്ഞാൽ അത് തടയുക. അതാണ് പാർട്ടിയുടെ ലക്ഷ്യം. അങ്ങനെ തടഞ്ഞത് കൊണ്ട് മാത്രം മതിയോ? ആ മനുഷ്യന് ആ ഭൂമിയുടെ അവകാശം കിട്ടണ്ടേ? നിങ്ങൾ വന്ന് തടഞ്ഞു പോയി. നിങ്ങൾ ഇത് നിരന്തര പ്രശ്നമാക്കി വെക്കാതെ ശാശ്വത പരിഹാരമല്ലേ വേണ്ടത്? അത് അങ്ങ് പറയുന്നത് അങ്ങിങ്ങനെ എല്ലാ തവണയും പാർട്ടിക്കാർ വന്ന് തടഞ്ഞ് അല്ല ഞാൻ ചോദിച്ചാൽ അങ്ങ് ഒരൊറ്റ ചോദ്യത്തിന് പോലും മറുപടി പറയാത്തത്. നിരന്തരം ഇങ്ങനെ പാർട്ടിക്കാരുടെ ഒരു ഈ കനിവ് കാത്ത് വരുമ്പോഴൊക്കെ തടയാനായിട്ട് അവരുണ്ടാകുന്ന പ്രതീക്ഷയോടെ മനുഷ്യർ ജീവിക്കണം. അതോ ഈ പ്രശ്നത്തിനൊരു ശാശ്വത പരിഹാരം വേണം? അങ്ങ് ഈ ചോദ്യത്തിന് അങ്ങക്ക് ഒരു ഉത്തരവുണ്ടെങ്കിൽ അത് ഇതൊരു അങ്ങ് എനിക്ക് മറുപടി പറഞ്ഞു. ഇതിന് ശാശ്വത പരിഹാരം വേണം, അതോ എന്നും ഇങ്ങനെ CPM-കാർ വന്ന് തടഞ്ഞോളും എന്ന് കരുതി അവരിയ്ക്കണം? അങ്ങ് പറ, മറുപടി പറ. അല്ലല്ല, CPM-കാർ പറയുമ്പോ എപ്പോഴും എതിർക്കാൻ ഒരു പതിവാണ് സാറിന്റെ. അല്ല എന്റെ പതിവ് എന്തോ ആയിക്കോട്ടെ, അത് നിങ്ങൾ അങ്ങ് അതിന് ചോദിച്ചതിന് മറുപടി പറ. അങ്ങ് പറയാൻ മറുപടി ഉണ്ടെങ്കിൽ അത് ഞാൻ അംഗീകരിക്കാലോ. എനിക്ക് CPM-കാർ അങ്ങനെ പുകഴ്ത്തുന്ന ഒരു ശീലമേ ഇല്ല. അത് അങ്ങ് എത്ര പറഞ്ഞാലും എനിക്ക് അതിൽ കുഴപ്പമില്ല. എനിക്ക് CPM-കാരെയോ BJP-കാരെയോ കോൺഗ്രസ്സുകാരെയോ ഒന്നും പുകഴ്ത്തുന്ന ഒരു ശീലമില്ല. ഞാൻ ചോദിക്കുന്നത് അങ്ങയോട് സിമ്പിളായിട്ട് ചോദിക്കുന്നത്, ഈ മനുഷ്യരുടെ പ്രശ്നമാണ്. ഈ മനുഷ്യർക്ക് ഈ പ്രശ്നത്തിൽ ഒരു ശാശ്വത പരിഹാരമല്ലേ വേണ്ടത്? ഈ ശാശ്വത പരിഹാരം കാട്ടി കൊടുക്കുന്നത് കോടതിയാ. ശാശ്വത പരിഹാരം ഉണ്ടാക്കാൻ എല്ലാ ദിവസവും ഞങ്ങൾ വന്ന് തടഞ്ഞോളാം എന്നതാണോ ശാശ്വത പരിഹാരം? ഈ 10 വർഷം ഈ സർക്കാർ ഇരിക്കുമ്പോൾ ഒന്നില്ലെങ്കിൽ അല്ല ഇത് കേൾക്കുന്നേ ഇത് പുനരധിവസിപ്പിക്കാൻ നിങ്ങൾക്ക് തടസ്സം എന്തായിരുന്നു?
ശാശ്വത പരിഹാരത്തിന് നിങ്ങൾ എന്തുകൊണ്ട് എടുക്കുന്നില്ല? ഞങ്ങൾ ഇങ്ങനെ വരുമ്പോൾ തടയും എന്നത് മാത്രം പറഞ്ഞാൽ ഈ പ്രശ്ന പരിഹാരമാകും. അപ്പൊ 10 വർഷം ഇരുന്ന് വേപ്പോട്ട് നോക്കി ഇരുന്നിട്ട് ഇപ്പൊ തടയാൻ പോയിട്ട് എന്ത് കാര്യം? ആ മനുഷ്യരെല്ലാം കുടുങ്ങി നിൽക്കുകയല്ലേ? ആ മനുഷ്യർക്ക് ഇനി എന്താണ് ഒരു വഴി? അവരുടെ ഭൂമി അവരുടേതാകുമോ? അവർക്ക് അതിൽ എന്തെങ്കിലും ഉടമസ്ഥാവകാശം കരമടയ്ക്കാൻ കഴിയുമോ? അവർക്ക് അത് നാളെ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് പണയപ്പെടുത്താൻ കഴിയുമോ? അവർക്ക് എന്തെങ്കിലും ഒരു സ്ഥലത്ത് വിൽക്കാൻ കഴിയുമോ? എങ്ങനെ അവർക്ക് അവിടെ കെട്ടിട നിർമ്മാണം നടത്താൻ കഴിയുമോ? അപ്പൊ അങ്ങനെ എപ്പോഴും താൻ ഒരു അന്യാധീനപ്പെട്ട ഭൂമിയിലാണ് ഇരിക്കുന്നതെന്ന ബോധമല്ലേ അവനുണ്ടാവുക? അപ്പൊ നിങ്ങൾ വന്ന് തടഞ്ഞോളാം എന്ന് പറഞ്ഞാൽ നിങ്ങൾ എത്ര കാലം തടയും? ജലപീരങ്കിയായിട്ട് അവരിനിയും വരില്ലേ? നിങ്ങൾ ഈ 10 വർഷം എന്തുകൊണ്ട് ഇതിനൊരു ശാശ്വത പരിഹാരം ഉണ്ടാക്കില്ല എന്നുള്ളതാണ് എന്റെ ചോദ്യം. എനിക്ക് അങ്ങ് എന്റെ ചോദ്യത്തിന് മറുപടി പറഞ്ഞാൽ ഞാൻ അങ്ങയുടെ ഭാഗത്തേക്ക് വരാം. അല്ല, അങ്ങ് ബഹളം ഉണ്ടാക്കാതെ ഈ ചോദ്യത്തിന് എന്റെ കയ്യിൽ ഇതാണ് ഉത്തരം എന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങ് പറയുന്നത് സമ്മതിക്കാം. അല്ല, ഗവൺമെന്റ് അന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ അന്ന് പാർട്ടി ചെയ്യേണ്ട കാര്യങ്ങൾ പാർട്ടി ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണോ ഇപ്പൊ സമരത്തിൽ പോകേണ്ടി വന്നത്? അന്നെല്ലാം കൃത്യമായി ചെയ്തുകൊണ്ടാണോ? പ്രശ്നം കിടക്കുന്നത് 10 മിനിറ്റിൽ ഞാൻ റെഡിയാക്കുമെന്ന് പറഞ്ഞാൽ തന്നെ അല്ല, നമ്മൾ ആ വിഷയത്തിലേക്ക് വരാം. അത് അങ്ങ് പറയുന്നതിനടുത്തേക്ക് ഞാൻ വരാം. ഈ VD സതീശന്റെ അല്ലല്ല, അങ്ങ് ഇത് സമ്മതിച്ചോ? അങ്ങ് ഇത് ഞാൻ പറഞ്ഞത് ശരിയാണ് സമ്മതിച്ചോ? ഈ ടോപ്പിക് അല്ല നിൽക്കുന്നേ, ഞാൻ പറഞ്ഞ ഈ കാര്യം ഇവിടുത്തെ അല്ലല്ല അങ്ങനെ ഗോൾ പോസ്റ്റ് മാറ്റി കൊണ്ടുപോകാൻ പറ്റില്ല. ഇവിടുത്തെ ഈ കാര്യം സംബന്ധിച്ചെങ്കിൽ നമുക്ക് ആ കാര്യം ചർച്ച ചെയ്യാം. അല്ല, മുനമ്പത്തെ കുറിച്ചല്ലല്ലോ നമ്മൾ ചർച്ച ചെയ്യുന്നത്. നമ്മൾ അല്ലല്ല നിക്ക് വർഗീസ് നിക്ക്, അങ്ങനെ അങ്ങ് പറഞ്ഞു പോയാൽ എങ്ങനെയാ? ഇപ്പൊ നമ്മൾ മുനമ്പത്തെ കുറിച്ചല്ലോ നിക്കുന്നത്. അങ്ങനെ പറ്റില്ലെന്ന്. അങ്ങനെ പറ്റില്ല. അല്ല, അപ്പൊ അങ്ങ് മറ്റേ വിഷയത്തിൽ അങ്ങേക്ക് മറുപടി ഇല്ലാന്ന് തന്നെയാണ് അതിന്റെ അർത്ഥം. അപ്പൊ അതുകൊണ്ടാണ് അങ്ങ് ടോപ്പിക്ക് മാറ്റുന്നത്. എന്തിനാണ് നമ്മൾ ചർച്ച ചെയ്തത്? ഞാൻ കോൺഗ്രസ് പാർട്ടിക്ക് അനുകൂലം എന്ന് എനിക്ക് കോൺഗ്രസിന് അനുകൂലം ആയിക്കൂടെ? എനിക്ക് അനുകൂലമായിട്ട് പറയാൻ എനിക്ക് പറ്റില്ല. ഞാൻ നിങ്ങൾ പറയണമെന്ന് ഞാൻ പറഞ്ഞില്ല. നിങ്ങൾ കോൺഗ്രസിന് അനുകൂലമായിട്ട് പറയണമെന്ന് ഞാൻ പറഞ്ഞില്ല. എനിക്ക് കോൺഗ്രസിന് അനുകൂലമായിട്ട് പറഞ്ഞൂടെ? എനിക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കോ BJPക്കോ SDPIക്കോ ആർക്കോടെ അനുകൂലമായിട്ട് പറഞ്ഞൂടെ? അങ്ങനെ പറയാൻ പാടില്ലെന്ന് എന്തെങ്കിലും നിയമമുണ്ടോ? ഈ പറയുന്ന മലയാളം ഈ കൊന്നൂത്താട് വർഷത്തിൽ ഞാൻ ഉള്ള മണ്ഡലത്തിന്റെ തുമ്പത്താ. അതൊന്നും ഞാൻ എതിർത്തില്ലല്ലോ. ഞാൻ ഒറ്റ കാര്യമേ അങ്ങോട്ട് ചോദിക്കുന്നുള്ളൂ. ഈ 10 വർഷമായി 14 തവണ ഇത് ഒഴിപ്പിക്കാനുള്ള നടപടി കോടതിയുടെ ഭാഗത്തുണ്ടാകുമ്പോൾ ഇവിടെ ഒരു സർക്കാർ ഉണ്ടായിരുന്നില്ലേ? ഇങ്ങനെ മനുഷ്യരെ ഭൂമിയിൽ നിന്ന് ഒഴിപ്പിക്കുന്നതിനെതിരെ നഖശിഖാന്തകം എതിർക്കുന്ന അങ്ങേ പോലുള്ള ആളുകൾ പിന്താങ്ങുന്ന ഒരു സർക്കാർ ഇവിടെ ഉണ്ടായിരുന്നില്ലേ? എന്തേ അവരെ ഒന്ന് പുനരധിവസിപ്പിക്കാതിരുന്നത്? ഈ രാഷ്ട്രീയ കളിയും ഈ നാടകവും അവസാനിപ്പിക്കണം. മറ്റെല്ലാത്തിലും നമുക്ക് രാഷ്ട്രീയമാകാം. ഒരു മനുഷ്യന്റെ കിടപ്പാടം നഷ്ടമാകുന്ന കാര്യത്തിൽ മാത്രം രാഷ്ട്രീയം പറ്റില്ല. എനിക്ക് അത് ഏത് പാർട്ടി ചെയ്താലും അതിനോട് ന്യായീകരിക്കാനാകില്ല. ഒരു മനുഷ്യൻ താൻ കുടിയിറക്കപ്പെടുന്നു എന്ന ഒരു ബോധ്യമുണ്ടാകുന്ന ഒരു ഘട്ടമുണ്ടല്ലോ, അത് ഏറ്റവും പരിതാപകരമായ ഒരു സാഹചര്യത്തിലാണ് ഒരു മനുഷ്യൻ അവന്റെ വീടോ അല്ലെങ്കിൽ അവന്റെ സ്ഥലമോ അവൻ എവിടെയും അല്ലാതെ പോകുന്ന ഒരു സാഹചര്യം. അത് ഏറ്റവും പരിതാപകരമാണ്. അത് ഒരു രാഷ്ട്രീയം കളിക്കാനുള്ള ഒരു ആയുധമായല്ലോ ഉപയോഗിക്കും. ആ മേഖലയിൽ ശാശ്വത പരിഹാരങ്ങളാണ് എല്ലാവരും നൽകേണ്ടത്. അത് ഈ 10 മിനിറ്റ് കൊണ്ട് ഇത് തീർപ്പാക്കാമെന്ന് പറഞ്ഞാൽക്കും ആ ഉത്തരവാദിത്വമുണ്ട്, നിങ്ങൾക്കും ആ ഉത്തരവാദിത്വം ഉണ്ടായിരുന്നു. ഇവിടെ ആ മനുഷ്യർ എന്നും ഇനി നിങ്ങളെ കാത്തു നിൽക്കണം. ആ ജലപീരങ്കിയുമായി ഇനിയും പോലീസ് വരുമ്പോൾ നിങ്ങൾ പോയി സഹായിച്ചില്ലെങ്കിൽ ഞങ്ങളെ കുടിയിറക്കപ്പെടുമെന്ന ഭീതിയോടുകൂടി അവർ ജീവിക്കണം. അതൊരു ശാശ്വത പരിഹാരമല്ല. നിങ്ങൾ അതിലൊരു ചുക്കും ചെയ്തിട്ടില്ല. അത് ഞാൻ കോൺഗ്രസ്സുകാരനാണെന്ന് നിങ്ങൾ ആക്ഷേപിച്ചാൽ സന്തോഷത്തോടെ ഞാൻ ആ മനുഷ്യർക്കൊപ്പം നിന്നുകൊണ്ട് പറയും, നിങ്ങൾ ഒരു ചുക്കും ചെയ്തിട്ടില്ല. അല്ല, 10 വർഷം അവർ സ്വസ്ഥമായിട്ട് കിടന്നു തുടങ്ങി. ഇപ്പോൾ ഇവര് വന്നപ്പോൾ കിടക്കാൻ പറ്റുകയില്ല. അവർക്ക് ആ മർദ്ദനമേറ്റു. അത് തന്നെയാണ് ഞാൻ ഇത്രയും ഉറക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്. 10 വർഷമായി നിങ്ങൾ തടയൽ മാത്രമേ ഉള്ളൂ. ഈ ശാശ്വത പരിഹാരമാണ് ഒരു വീടിന്റെ കാര്യത്തിൽ ഒരു മനുഷ്യന് വേണ്ടത്. ഇത് മനസ്സിലാക്കാനുള്ള ഒരു കോമൺ സെൻസ് ശ്രീ വർഗീസിനില്ല. വർഗീസ് എന്താ ചെയ്യുന്നതെന്ന് അറിയാമോ? ഞാൻ ഒരു കാര്യം പറയുമ്പോൾ വേറൊരു കാര്യം പറയുക, എന്നിട്ട് ഇങ്ങനെ ഇതിന് മറുപടി പറയാതിരിക്കുക, എന്നിട്ട് പിന്നെ അതൊക്കെ പരാജയപ്പെടുമ്പോൾ നിങ്ങൾ കോൺഗ്രസ്സുകാരനാണ്, നിങ്ങൾ BJPക്കാരനാണ്, നിങ്ങൾ CPM വിരുദ്ധനാണ് എന്ന് പറഞ്ഞ പതിവ് ശൈലി ഉണ്ടല്ലോ, അത് അങ്ങനെ പൂർത്തിക്കൊണ്ടുവരണം. അങ്ങ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരാളാണ്, പൊതുവേദിയുടെ സ്ഥിരം പ്രേക്ഷകനുമാണ്, അതൊക്കെ ഞാൻ സമ്മതിച്ചു എന്ന് കരുതിയിട്ട് ഈ മനുഷ്യരുടെ ഒരു വിഷയം വരുമ്പോൾ അതിൽ ഈ തരം രാഷ്ട്രീയം കളിക്കാൻ അതിലെനിക്ക് ഒട്ടും താല്പര്യമില്ല. ഈ 10 കൊല്ലം 14 തവണ ഈ മനുഷ്യരുടെ ഈ വിഷയം ഉന്നയിക്കപ്പെട്ട് അവിടെ വരുമ്പോ ഒരു രാഷ്ട്രീയം ഇല്ലായിരുന്നെങ്കിൽ അത് ശാശ്വതമായി പരിഹരിക്കാനുള്ള നടപടിയായിരുന്നു അന്ന് ചെയ്യേണ്ടത്. ഇന്ന് നിങ്ങൾ എന്തിനാ അവിടെ പോകണം? നിങ്ങൾക്ക് എന്താ അവിടെ പോയിട്ട് എന്ത് ചെയ്യാനുണ്ട്? നിങ്ങളുടെ കയ്യിൽ അധികാരം ഉണ്ടായിരുന്നപ്പോഴല്ലേ നിങ്ങൾ അവിടെ പോയി ഇത് ചെയ്യേണ്ടിയിരുന്നത്? ഇന്ന് നിങ്ങൾ അവിടെ പോയിട്ട് എന്താണ് ഇത് തടയാനല്ലാതെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് ഇതിനൊരു ശാശ്വത പരിഹാരം ഉണ്ടാക്കാനുള്ള അധികാരം കയ്യിലുണ്ടായിരുന്നപ്പോൾ നിങ്ങൾ അത് ചെയ്തില്ലല്ലോ. അല്ല, ഭരിച്ചോണ്ടിരിക്കുമ്പോഴും പോലീസ് വരുമ്പോൾ തടഞ്ഞിട്ട് ഇപ്പോഴും അവിടെ ആഭ്യന്തരമന്ത്രി പറഞ്ഞു ഞങ്ങൾ തടഞ്ഞെന്ന്.
ഈ 10 വർഷമായിട്ടും നിങ്ങളും നോക്കിയിട്ടില്ല, ഈ 14 തവണയായിട്ട് പോയിട്ട് അവരും നോക്കിയിട്ടില്ല. എന്നിട്ട് ഇപ്പം നിങ്ങൾ തടഞ്ഞിട്ടെന്ത് കാര്യം? ഈ മനുഷ്യൻ്റെ ഭൂമിയുടെ അവകാശം വേണ്ടേ? അവന് ജീവിക്കണ്ടേ? എന്നാലേ ഞാൻ പറഞ്ഞേക്ക, ഈ വാദികളെല്ലാം പറയണമെന്ന് സതീശൻ മനസ്സിലാക്കട്ടെ. അതുകൊണ്ട് എല്ലാ പ്രശ്നങ്ങൾക്കും നല്ല ഭരണം കാഴ്ചവെക്കുമ്പോൾ നമ്മൾ പൂർണ്ണമായിട്ട് അതിനെ അംഗീകരിക്കും. നമ്മൾ കാത്തിരിക്കുന്നു നല്ല ഭരണത്തിന് വേണ്ടി. ഏതായാലും ശ്രീ വർഗീസ് ചേട്ടൻ എന്നോട് ദേഷ്യമൊന്നും പെടുന്നത്, ഞാൻ എൻ്റെ ശബ്ദം കുറച്ച് ഉറക്കായി പോയിന്നേ ഉള്ളൂ. ഒരിക്കലും ദേഷ്യപ്പെടില്ല, ഒരിക്കലും ദേഷ്യപ്പെടില്ല. കാരണം ഞാൻ ഈ തർക്കമൊക്കെ ഇങ്ങനെ പറയുമ്പോൾ എനിക്ക് ആകെ ചില സമയത്ത് ദേഷ്യം അല്ലെങ്കിൽ വൈകാരികത വരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ വീടില്ലാത്തവന്റെ ദുഃഖം അത് നമുക്ക് മനസ്സിലാകില്ല. അത് ഞങ്ങളെ വീടില്ലാത്തതിന്റെ കൂടുതൽ നിൽക്കുന്നത്, ഞങ്ങളെ പാവപ്പെട്ടതിന്റെ കൂടുതൽ നിൽക്കുന്നത് ഈ ഗവൺമെന്റ് അല്ല. ശരി, ഓക്കെ, നോക്കാം. ഏതായാലും ഓക്കെ. അപ്പോൾ അതാണ് പ്രസാദ് അമ്പലപ്പുഴയിൽ നിന്ന് ചേരുന്നു. പ്രസാദേ, പ്രസാദ് ഞാൻ പറഞ്ഞതേ, നമ്മളിപ്പോ 102 സീറ്റ് പിടിച്ച് കോൺഗ്രസ് അധികാരത്തിൽ വരുന്നതിൽ ജനങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. പക്ഷെ ഒരു കാര്യം പറയാനുള്ളത്, ഈ ക്ഷേത്രങ്ങള്, നമ്മുടെ ക്ഷേത്രങ്ങളുടെ വിശ്വാസവും ആചാരങ്ങളും ഹരിക്കത്തക്ക രീതിയിലുള്ള ഒരിടപെടലും ഒരു രാഷ്ട്രീയക്കാര് പേരുണ്ടാവും നടത്താൻ പാടില്ല സാർ. അതൊരു വലിയ ഇതായിട്ട് വരാം. ഗുരുവായൂർ ക്ഷേത്ര സന്ദർശനവും മുഖ്യമന്ത്രി ക്ഷേത്രത്തിൽ പോകുന്ന നല്ല കാര്യം, എല്ലാം നല്ല കാര്യം തന്നെയാണ്. പക്ഷെ അവരെ ആചാരങ്ങളോ വ്യവസ്ഥകളോ ഒന്നും ലംഘിക്കാൻ പാടില്ല. അതെങ്ങനെ ലംഘിച്ചാണ് ശബരിമലയിലുണ്ടായ ഈ ഒരു വിഷയമാണ് ഇടതുപക്ഷ സർക്കാരിനുണ്ടായ ഏറ്റവും വലിയ പരാജയം. ഓരോ വിശ്വാസിയും അവരുടെ വിശ്വാസത്തിന്റെ ഭാഗമായിട്ട് നിൽക്കട്ടെ, ആചാരങ്ങൾ അതിന്റെ ഭാഗമായിട്ട് നടക്കട്ടെ, ഭരണകർത്താക്കളുടെ കാര്യങ്ങൾ ചെയ്യട്ടെ, ജനനന്മ നയിക്കുന്ന ഭരണകർത്താക്കൾ വിശ്വാസത്തെ ഹരിക്കുന്ന രീതിയിൽ ഒരു കാര്യം ചെയ്യരുതെന്ന് ഒരു അഭ്യർത്ഥനയുണ്ട് എനിക്ക്. ഇതാണ് എനിക്ക് പ്രധാനമായിട്ടും പറയാനുള്ളത്. സതീശൻ അധികാരമായിട്ടിട്ട് ഒരാഴ്ചയായോണ്ട് ഭരണം തുടങ്ങിയിട്ടില്ല, ഭരണം തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. വരട്ടെ, എന്നിട്ട് കാണാം നമുക്ക്. ഇടതും വലതും BJP എല്ലാ കാര്യവും ഉണ്ടല്ലോ രാജ്യത്ത്. ജനങ്ങൾക്ക് ഗുണകരമായ കാര്യങ്ങൾ ആര് ചെയ്താലും ജനങ്ങൾ സപ്പോർട്ട് ചെയ്യും. ഇതാണ് പൊതു കാഴ്ചപ്പാട്. വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. ഇപ്പൊ മുരളി എന്നോടൊപ്പം ചേർന്ന് 3675 എന്ന് പറയുന്നത് കണ്ടവന്റെ ഭൂമിയിൽ അതിക്രമിച്ചിട്ട് താമസിച്ചിട്ട് ന്യായം പറയുകയാണെന്ന് പറയുന്നു. ഓക്കെ, അതൊരു മനുഷ്യരുടെ ഗതികേട് കൊണ്ടല്ലേ അവർക്ക് ഒരു കൃത്യമായൊരു രേഖയില്ലാതായി പോയത്. ഓക്കെ, അതിപ്പോൾ കോടതി ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കാം ആ ഉടമയ്ക്ക് അത് കൊടുത്തിട്ടുണ്ടാവുക. പക്ഷേ അതിന് ആ മനുഷ്യരെ അവരുടെ ഏറ്റെടുക്കേണ്ട ഉത്തരവാദിത്വം ഇവിടെ ഒരു സർക്കാർ എന്ന് നമ്മൾ പറയുമ്പോൾ അവർക്കുണ്ടല്ലോ. മുരളി എന്നോട് പറയുന്നു, ഇന്ന് തീയതി 25 ക്ഷേമ പെൻഷൻ എവിടെ? കോൺഗ്രസ് സർക്കാർ പഴയ തൊഴിൽ തുടങ്ങി മുടങ്ങാതെ കൃത്യസമയത്ത് കിട്ടിക്കൊണ്ടിരുന്ന ക്ഷേമ പെൻഷൻ പോയി എന്നാണ് ശ്രീ മുരളി പറയുന്നത്. എനിക്കറിയില്ല ക്ഷേമ പെൻഷൻ കിട്ടുന്നവരുടെ കാര്യം. ഇതാണ് ശ്രീ മുരളി കിട്ടിയിട്ടില്ലെന്നാണ് അദ്ദേഹം പറയുന്നത്. ഏതായാലും കൊടുക്കാനുള്ള വലിയ ഉത്തരവാദിത്വം സർക്കാരിനുണ്ട്. അവിടെയൊക്കെ അങ്ങനെ വിളിക്കാം. ഓക്കെ, അപ്പോൾ എന്നോട് ഇപ്പം സുനിലിൻ്റെ കമൻറ്റ് ഞാൻ കാണുന്നില്ല, എങ്കിലും ഒരു നമസ്കാരം ഇരിക്കട്ടെ എന്ന്. ഓക്കെ, സദാശിവൻ നായർ TK എന്നോട് പറയുന്നു, നമസ്കാരം. VDS സർക്കാർ ഹാസ് ടു ബി വെരി ഈഗർ അബൌട്ട് പെർഫോമൻസ് ഓഫ് എംപ്ലോയീസ്, പർട്ടിക്കുലർലി പോലീസ് ഫോഴ്സ് വൈൽ ക്രിയേറ്റിംഗ് പ്രോബ്ലംസ് എന്ന് പറയുന്നു. അപ്പോൾ ഈ സർക്കാർ ഉദ്യോഗസ്ഥരുടെ പ്രവർത്തനങ്ങൾ വളരെ കൃത്യമായി നിരീക്ഷിക്കണം എന്നൊരു നിലപാടാണ് ശ്രീ ശിവദാസൻ TK എന്നോട് പറയുന്നത്. അപ്പോൾ കണ്ടവൻ്റെ ഭൂമിയിൽ താമസിക്കുന്നതിനെ രക്ഷിക്കാൻ കേരളത്തിലൊരു നിയമമുണ്ട്, കുടികിടപ്പ് അവകാശ നിയമം എന്ന് ശ്രീ കൃഷ്ണൻകുട്ടി തിരിച്ചു പറയുന്നു. അപ്പോൾ അതാണ് ആ നേരത്തെയുള്ള തർക്കത്തിൻ്റെ. പ്രമോദ് നാണു പറയുന്നു, വികാരഭരിതനായിപ്പോയി വർഗീസ്. അപ്പോൾ പഠിക്കില്ലല്ലോ ദൈവമേ ഇവർ എന്ന് പറയുന്നു. ഓക്കെ, വർഗീസ് ചുമ്മാ ചിലയ്ക്കുന്നു എന്നൊക്കെയാണ് പറയുന്നത്. ഓക്കെ, പുള്ളി പറയുന്നു ഒന്നും കേൾക്കാനും പറ്റുന്നില്ല എന്ന് ഗോമാതാജി പറയുന്നു. ഇന്നു മുതൽ ബാങ്ക് അക്കൗണ്ടിൽ ഉള്ളവർക്ക് വന്നു തുടങ്ങി 2 ദിവസത്തിനുള്ളിൽ വീടുകളിലെത്തും. ഇത് തന്നെയാണ് മുമ്പും നടന്നുകൊണ്ടിരുന്നത്. ക്ഷേമ പെൻഷൻ ഒരിക്കലും നേരത്തെ കിട്ടാറില്ല, തെരഞ്ഞെടുപ്പിന് ഒഴികെയെന്ന് ശശിധരൻ പിള്ള ഓർമ്മിപ്പിക്കുന്നു. AK കൃഷ്ണൻകുട്ടി വർഗീസിനൊപ്പമാണ് എന്നാണ് പറയുന്നത്. പിള്ളച്ചേട്ടൻ സഹോദരനല്ല, അളിയനായി വരും എന്ന് ഓക്കെ. ദിലീപ് കുമാർ എന്നോടൊപ്പം ചേർന്നിരിക്കുന്നു. സാധാരണക്കാരൻ്റെ നട്ടലൊടിക്കുന്ന ഇന്ധന വിലയെപ്പറ്റി ചർച്ച ഇല്ല, CBSE നീറ്റ് എന്നിവയെ പറ്റിയും ചർച്ചയില്ല. ചർച്ചയുണ്ട് ദിലീപേ, നമ്മളിത് പല ഘട്ടങ്ങളിലായി ചെയ്യുന്നുണ്ട്. ഇതെല്ലാം പ്രശ്നമാണ്. ഇന്ധനവില കൂടുമ്പോൾ വിലക്കയറ്റമുണ്ടാകും. നമുക്ക് ഈ യുദ്ധം ഒന്ന് അവസാനിച്ച് കിട്ടും എന്നാണ് നമ്മളെല്ലാവരും പ്രതീക്ഷിക്കുന്നത്. ട്രംപിൻ്റെ വലിയ വർത്തമാനമൊക്കെ കേൾക്കുമ്പോൾ ഞാൻ വിചാരിക്കുന്ന അവിടുത്തെ പശ്ചിമേഷ്യയിലെ സംഘർഷം അവസാനിക്കുകയും ഇന്ധനവില കുറയുകയും ചെയ്യുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നീറ്റിലും CBSEയിലും ഒക്കെ എന്താണ് നടക്കുന്നതെന്ന് എല്ലാവരും അത്ഭുതത്തോടെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതെല്ലാം ചർച്ച ചെയ്യേണ്ട വിഷയങ്ങൾ തന്നെയാണ്. ഷീല പ്രസാദ് എന്നോടൊപ്പം വരുന്നു. അപ്പോൾ എന്നോടൊപ്പം പിന്താങ്ങുന്നു, വർഗീസിനോട് വിയോജിപ്പാണ്.
സതീശൻ ഒരാഴ്ച കൊണ്ട് ചെയ്ത കാര്യം ഒരു സർക്കാർ 10 കൊല്ലമായിട്ട് ചെയ്യാൻ കഴിയുന്നുണ്ടോ എന്ന് ജയകുമാർ ചോദിക്കുന്നു. വർഗീസിന് നല്ല ബുദ്ധി കൊടുക്കണമേ എന്ന് ശശിധരൻ പിള്ള പറയുന്നു. അപ്പോൾ വർഗീസിന് നല്ല ബുദ്ധിയൊക്കെ തന്നെ, അദ്ദേഹം നല്ലയാളാണ്. ശ്രീമതി സൗമ്യ എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്. ഗുഡ് ഈവനിങ് എന്നൊക്കെ പറയുന്നുണ്ട്. ശ്രീമതി സൗമ്യ ബാംഗ്ലൂരിൽ നിന്നാണ് എന്നോടൊപ്പം ചേരുന്നത്. അപ്പോൾ അവർക്കും ഗുഡ് ഈവനിങ്. സലിം വി എ പറയുന്നു, മരടിലെ ഫ്ലാറ്റ് പൊളിക്കല്ലേ എന്ന് പറഞ്ഞ് വീരവാദം പറഞ്ഞ ഫ്ലാറ്റ് ഉടമസ്ഥരെ ചതിച്ച അന്നത്തെ ഉന്നത CPM നേതാവായിരുന്നു എന്നുകൂടി ഓർക്കണേ എന്ന് വർഗീസിനെ ഓർമ്മിപ്പിക്കുകയാണ് സലിം വി എ. പാൽ വില കൂട്ടിയതിന് വിഷമമില്ലേ, ആരും അത് പറയുന്നില്ലല്ലോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ പാൽ വില കൂടി, പെട്രോൾ വില കൂടി. ഇപ്പം ഒരു വിഭാഗത്തിന് പെട്രോൾ വില കൂടിയതിൽ മാത്രമേ വിഷമമുള്ളൂ, വേറൊരു വിഭാഗത്തിന് പാൽ വില കൂടിയതിലാണ് വിഷമം. അങ്ങനെ ഓരോരുത്തർക്കും അവരവർ കൂട്ടുന്നതിൽ വിഷമമില്ല, മറ്റുള്ളവർ കൂട്ടുന്നതിലാണ് വിഷമം. ഷാജി ഭാസ്കർ എന്താണ് കോടതി വിധി ആയത് എന്ന് എന്നോട് ചോദിക്കുന്നു. സ്വാഭാവികമായും നമുക്കതിൻ്റെ കഥ അറിയാം. പക്ഷേ ആ മനുഷ്യരുടെ പ്രശ്നം ശാശ്വതമായി ഉള്ളൊരു പരിഹാരമാണ് ആവശ്യം എന്ന കാര്യത്തിൽ തർക്കമില്ല. 7 കുടുംബങ്ങളുടെ പ്രശ്നം പരിഹരിക്കാൻ കഴിയാത്ത സർക്കാർ പ്രതിനിധിയാണ് ഇപ്പോൾ ബഹളം വയ്ക്കുന്നത് എന്ന് എന്നോട് പറയുന്നു. അപ്പോൾ ശ്രീ മുരളീധരൻ നായർ, നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകൻ, എന്നോടൊപ്പം ഒന്ന് ചേർന്നിട്ടുണ്ട്. അദ്ദേഹം ഒരല്പം വൈകിയാണ് ചേർന്നത്. ഏതായാലും അദ്ദേഹം നമ്മളോടൊപ്പം ഉണ്ട് എന്നതിൽ സന്തോഷം. അപ്പോൾ വർഗീസിനെ പോലുള്ളവർ ബഹളം 5 വർഷം തുടർന്നുകൊണ്ടേയിരിക്കും. മനു എനർജി കളഞ്ഞിട്ട് കാര്യമില്ലെന്നാണ് പറയുന്നത്. ഓക്കെ, നോക്കാം. നിയമപരമായ കാര്യങ്ങൾ ഈ വിഷയത്തിൽ പറ്റി അറിയാമെങ്കിൽ ആദ്യമേ അതങ്ങ് പറയുക. 1 മണിക്കൂർ ചർച്ചയുടെ ആവശ്യം ഇല്ല എന്ന് ദിലീപ് കുമാർ പറയുന്നു. ഓക്കെ, ഉള്ള ഭൂമിയിൽ കേരയിൽ മഞ്ഞക്കുറ്റിയിട്ട് ജനത്തെ വഴിയാധാരമാക്കിയവരാണോ ഇതൊക്കെ തടയാൻ ഇന്ന് പോകുന്നത് എന്ന് ഓർമ്മപ്പെടുത്തൽ വരുന്നു. എനിക്കൊരു പിന്തുണയും 100% മാർക്കുമൊക്കെ നമ്മുടെ സുനിൽ തരുന്നുണ്ട്. നിരാശരായി പ്രതിഷേധിക്കുന്നവരെ തലതല്ലിപ്പൊളിച്ച കൊലക്കുറ്റത്തിന് കേസെടുത്ത് ഇതൊക്കെയല്ലേ വർഗീസ് തൻ്റെ സർക്കാർ ചെയ്തതെന്ന് വർഗീസിനെതിരെ ആളുകൾ ഇങ്ങനെ പറയും. അങ്ങനെ വ്യക്തിപരമായി അദ്ദേഹത്തെ ആക്രമിക്കേണ്ട കാര്യമില്ല, പോട്ടെ. അപ്പോൾ അദ്ദേഹം പാർട്ടിയുടെ ഒരാളായതുകൊണ്ട് പിന്തുണച്ചു എന്ന് മാത്രം. മുരളീധരൻ നായർക്ക് നമസ്കാരമുണ്ട്. ഓക്കെ, മനു പറഞ്ഞത് ശരിയാണെന്ന് സുനിമോൾ എപ്പോഴും എന്നെ പിന്തുണയ്ക്കുന്ന ഒരാളാണ് കേട്ടോ. കോടതി വിധി വന്നിട്ട് വരും 3 മാസമായി. അപ്പോൾ സതീശൻ സ്തുതി പാഠകൻ ആണ് മനു, അത് മനുവിൻ്റെ അവകാശം ആണ് എന്നാണ് പറയുന്നത്. സതീശൻ സ്തുതി പാഠകനാണെന്നാണ് ഞാൻ പറയുന്നത്. ആയിക്കോട്ടെ, അങ്ങനെ എന്തെങ്കിലും ഒരു താറടിച്ച് ഇതാക്കിയാൽ ഉടനെ ഞാൻ പേടിച്ച് അങ്ങനെ പോവും എന്നതല്ലേ. എനിക്ക് ഒരു നിലപാടുണ്ട്. ആ നിലപാട് അത് ആർക്ക് സ്തുതി പാടലായാലും അത് പറയാൻ എനിക്ക് ഒന്നും ഇല്ല. അപ്പോൾ ശ്രീമതി സൗമ്യ എന്നോട് പറയുന്നു, ടുഡേ ഇസ് ദ ഫസ്റ്റ് ടൈം ഐ എം സീയിങ് ആൻ ആംഗ്രി മനു എന്നാണ് പറയുന്നത്. ഞാനങ്ങനെ ദേഷ്യപ്പെട്ടതല്ല. വർഗീസ് എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാളായതുകൊണ്ട് ആ സ്വാതന്ത്ര്യത്തോടു കൂടി കുറച്ച് ഉറക്കെ സംസാരിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. വ്യത്യസ്ത അഭിപ്രായങ്ങൾ കേൾക്കാനല്ലേ പൊതുവേദിയിൽ, അതിൽ അവരോട് ശോഭിച്ചിട്ട് കാര്യമില്ല എന്ന് പറയുന്നു. ശ്രീ മുരളിക്ക് വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്ന് പറയുന്നുണ്ട്. നോക്കാം, നമ്മുടെ ഫോൺ കണ്ടിന്യൂസായി എൻഗേജഡാണ്. പലരും ഇങ്ങനെ വിളിക്കുന്നത് കൊണ്ടാണ്. നമസ്കാരം. ശ്രീമതി ശാന്തകുമാരി പറയുന്നു, VD സതീശിൻ്റെ തുടക്കം നന്നായിട്ടുണ്ട് എന്നാണ് എൻ്റെ അഭിപ്രായം. ഇനിയും കൂടുതൽ നന്നാകും എന്ന് പ്രതീക്ഷിക്കുന്നു. CPMകാർക്ക് കൂടുതൽ കുരുപൊട്ടു വന്നു. ഓക്കെ, പോട്ടെ, സാരമില്ല. അപ്പോൾ ഞാൻ ശ്രീമതി സൗമ്യയോട് ഞാൻ പറയുന്നത് ഞാൻ ദേഷ്യപ്പെട്ടതല്ല. അത് ശ്രീ വർഗീസ് നമ്മുടെ സ്ഥിരം പ്രേക്ഷകന് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരാളുമാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തോട് ആ ഒരു സ്വാതന്ത്ര്യം ഉപയോഗിച്ച് ഞാൻ സംസാരിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതാ ഇവർ കോംപ്രമൈസായി, നമ്മൾ ശശിയായി. നമ്മളെല്ലാവരും കോംപ്രമൈസാണ്. നമ്മൾ അഭിപ്രായങ്ങളിലുള്ള ഭിന്നത നിലനിൽക്കുമ്പോൾ നമ്മൾ എല്ലാം ഒന്നല്ലേ. തോറ്റിട്ടും സഖാക്കൾക്ക് അഹങ്കാരത്തിന് കുറവില്ല. ശ്രീമതി ഷർലി ജേക്കബാണ് ഇങ്ങനെ ഒരു കമൻ്റ് ഇട്ടിരിക്കുന്നത്. ഓക്കെ, ഇന്ന് ആദ്യം കമൻറ്റ് ബോക്സിൽ വന്നത് മനു ആണ് ഫ്രണ്ട്സ് എന്ന് പറയുന്നത്. യെസ്, അത് ഞാനാണെന്ന് ആദ്യം കമൻറ്റ് ബോക്സിൽ കമൻ്റ് ഇട്ടത്. എല്ലാ കൂട്ടുകാരെയും ആദ്യം ഞാൻ ഈ സ്റ്റുഡിയോയിലെത്തിയപ്പോൾ ഒന്ന് അനുമോദിച്ചേക്കാം എന്ന് വിചാരിച്ചു. ക്യാബിനറ്റ് പതിവില്ലാതെ ഓക്കെ, എന്തോ എനിക്ക് ശ്രീമതി ഷർലി എഴുതുന്നത് എനിക്ക് വായിക്കാൻ കിട്ടുന്നില്ല. ക്യാബിനറ്റ് പതിവായി ഇല്ലാതെ ജീവിക്കാനാകുമോ എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട ആളെ സസ്പെൻഡ് ചെയ്തു. പുതിയ സർക്കാർ പിണറായിയുടെ തുടർച്ച ഉറപ്പുവരുത്തിയിട്ടുണ്ടെന്നാണ് ബ്ലൈറ്റി ഡേയ്സ് പറയുന്നത്. അത് സർക്കാർ ഉദ്യോഗസ്ഥരാകുമ്പോൾ അവർക്ക് ഒരു കോഡ് ഓഫ് കോണ്ടാക്റ്റ് ഉണ്ട്. പക്ഷേ ഒരു പരിധി വിട്ട് നിലവാരം കുറഞ്ഞ കമൻറ്റുകളാകുമ്പോഴായിരിക്കും പ്രശ്നങ്ങൾ വരുന്നത്. പക്ഷേ ഇവിടെ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് അവരുടെ ഒരു കോഡ് ഓഫ് കോണ്ടാക്റ്റ് വളരെ നിർബന്ധമായിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്.
10 വർഷം ഭരിച്ചിട്ടും ഒരു പോലീസുകാരൻ കയറി നിരങ്ങിയില്ല. പോലീസുകാർക്കായിരുന്നെങ്കിൽ കുറച്ച് ചോദ്യം ചെയ്യുമ്പോൾ പണ്ട് ഭരിച്ചവരുടെ നെഞ്ചത്ത് കയറുക എന്നാണ്. 10 വർഷം ഭരിച്ചിട്ടും ഈ പ്രശ്നത്തിനൊരു പരിഹാരമായില്ല എന്നുള്ളത് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. പോലീസുകാർ വന്നോ വരാതിരിക്കട്ടെ മറ്റൊരു കാര്യം. പക്ഷെ കോടതി പറഞ്ഞിരിക്കുകയാണ് ഇത് നിങ്ങളുടെ സ്ഥലമല്ല എന്ന് പറഞ്ഞാൽ പിന്നെ ആ മനുഷ്യർ എന്ത് ചെയ്യും, എവിടെ പോകും എന്ന് ചിന്തിക്കേണ്ടത് ഒരു സർക്കാരിൻ്റെ ഉത്തരവാദിത്തമായിരുന്നു എന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. ഓക്കെ, അതാണ് മനോജൻ KVയോട് എനിക്ക് പറയാനുള്ളത്. ശരത്താണ് ബാലരാമപുരത്ത് നിന്ന്. ശരത്ത് നമ്മുടെ ഒപ്പം പൊതുവേദിയിൽ യൂട്യൂബിൽ ചേർന്നിട്ടുണ്ട്. സന്തോഷം. മനു ഷർട്ട് എവിടെ നിന്നാണ് വാങ്ങിച്ചത് എന്ന് പറഞ്ഞില്ല എന്നുള്ളതാണ്. ഷർട്ടിൻ്റെ എൻ്റെ ഈ ഡ്രസ്സിനെ കുറിച്ചൊക്കെ പല ആളുകളും ഇങ്ങനെ കമൻറ്റ് ചെയ്തിട്ടുണ്ട്. ഗോമാതാജിക്ക് ഞാൻ ഷർട്ട് എവിടെ നിന്നാണ് വാങ്ങിച്ചതെന്നതിന് അറിയണം എന്നാണ് പറയുന്നത്. ഞാൻ സത്യസന്ധമായി പറയുകയാണെങ്കിൽ ഞാൻ സ്വന്തമായി ഒരു ഷർട്ടോ പാൻറ്റോ ഒന്നും വാങ്ങിക്കാറില്ല. ഇതെല്ലാം എനിക്ക് എൻ്റെ അമ്മ വാങ്ങിച്ചു തരുന്നതാണ്. ഞാനിപ്പോഴും അവർ വാങ്ങിച്ചു തരുന്നതാണ് ഉപയോഗിക്കുന്നത്. ഞാനതിൽ പ്രത്യേകിച്ച് ഒരു അഭിപ്രായം പറയാറോ അല്ലെങ്കിൽ ഒന്നുമില്ല. ആ അമ്മയുടെ ഇഷ്ടം എന്താണ് ഞാൻ അതുപോലെ ധരിക്കുന്നു എന്ന് മാത്രം. അപ്പോൾ അമ്മ വാങ്ങിക്കുന്നു, ഞാനിടുന്നു, അത്രയേ ഉള്ളൂ. എനിക്ക് അതുകൊണ്ട് തന്നെ കൃത്യമായി എൻ്റെ സൈസ് പോലും അങ്ങനെ കൃത്യമായി അറിയില്ല. അപ്പോൾ ശരത്ത് ഇസ് വാച്ചിങ് പൊതുവേദി. ഓക്കെ, താങ്ക് യു. ജിയോ പറയുന്നു ചാനലിൻ്റെ ബാർക്ക് റേറ്റിംഗ് അളക്കുന്നത് പോലെ സതീശൻ്റെ റേറ്റിംഗ് എല്ലാ ആഴ്ചയും അളക്കണോ എന്ന് ചോദിക്കുന്നു. ഓക്കെ, ഗുഡ് ഈവനിങ് സാർ, പെൻഷൻ 3000 രൂപ കിട്ടുമോ സാർ എന്ന് എന്നോട് തുളസിദാസ് നാരായണൻ ചോദിക്കുന്നു. അപ്പോൾ ചിലർക്കൊക്കെ അക്കൗണ്ടിൽ കിട്ടി തുടങ്ങി എന്നൊക്കെ പറയുന്നത് പൊതുവേദി പ്രഷർ തന്നെയാണ്, എനിക്കറിയില്ല. ഏതായാലും സാധാരണക്കാരൻ്റെ പെൻഷൻ എത്രയും പെട്ടെന്ന് കൊടുക്കേണ്ടത് ഒരു സർക്കാരിൻ്റെ ഉത്തരവാദിത്തമാണെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അനൂജ് എന്നോട് ഹലോ എന്ന് പറയുന്നുണ്ട്. അനൂക്കന് എൻ്റെ ഹലോ. അപ്പോൾ ഇങ്ങനെ ഇത് ചാടിപ്പോവാണ്. പ്രതിപക്ഷത്ത് ഏകാധിപത്യം തുടരുന്നു എന്നാണ് ഷർലി പറയുന്നത്. ഏഷ്യാനെറ്റിൽ വന്ന് 2 IAS ഉദ്യോഗസ്ഥർ വിമർശിച്ചു കോഡ് ഓഫ് കോണ്ടാക്റ്റ് ഇല്ലേ എന്നാണ്. കോഡ് ഓഫ് കോണ്ടാക്റ്റ് ശരിയാണ്. അല്ല, എനിക്കങ്ങനെ സർക്കാരിനോ ഏത് പാർട്ടിക്കാരെന്നൊന്നുമില്ല. ഞാൻ പറയുന്നത് സർക്കാർ ഉദ്യോഗസ്ഥർ ആ നിയമം പാലിച്ച് അവർക്കെതിരെ നടപടി എടുക്കണം. ദിലീപ് കുമാറിൻ്റെ ആ നിലപാടിനോട് എനിക്ക് കൃത്യമായ യോജിപ്പ് തന്നെയാണ്. എന്ത് ഗംഭീരം, മുനമ്പം 10 മിനിറ്റ് കൊണ്ട് തീർക്കും എന്ന് പറഞ്ഞിട്ട് എന്തായി? മെയ് 15 മുതൽ വനിതകൾ KSRTCയിൽ സൗജന്യം വാഗ്ദാനം എന്തായി എന്ന് കൃഷ്ണൻകുട്ടി ചോദിക്കുന്നു. അത് ഇതൊക്കെ നടപ്പിലാക്കാൻ ആണ് നമ്മൾ ശ്രമിക്കുന്നത്. അമ്മയുടെ ഷർട്ട് വളരെ സൂപ്പറാണ്. അത് സൂപ്പറായിരിക്കും എന്നുള്ളത് കൊണ്ടാണല്ലോ ഞാനത് സ്വീകരിക്കുന്നത്. സൂപ്പർ അല്ലെങ്കിൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാനത് ഏതായാലും അവർ വാങ്ങിച്ചു തരുന്ന ഇടും, അത്രയേ ഉള്ളൂ. മെയ് 1 പോസ്റ്റിന് ഇല്ലാതെ സർവീസിൽ സസ്പെൻഡ് ചെയ്തു, അന്ന് മുഖ്യമന്ത്രി ആയില്ല എന്ന് പറയുന്നു. ഓക്കെ, മനു പെട്രോൾ വില വർധന ഒന്ന് ചർച്ച ചെയ്യണം എന്ന് പറയുന്നത്. നമുക്കത് ഇങ്ങനെ നിങ്ങൾ ഉന്നയിക്കുമ്പോൾ അത് ചർച്ചയാവുകയാണല്ലോ. അതിനി പ്രത്യേകിച്ച് അതിൽ ഒരു ചർച്ചയുടെ ആവശ്യമില്ല. അത് ആളുകളെ ബുദ്ധിമുട്ടിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. പെട്രോൾ വില കുറയണം എന്ന കാര്യത്തിൽ സംശയമില്ല. വിലക്കയറ്റത്തിന് വഴിവെക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് പെട്രോൾ വില കുറയണം. അതിനെല്ലാവരും പരമാവധി ശ്രമിക്കണം. കേന്ദ്ര സർക്കാർ കുറേയൊക്കെ അവരുടെ നികുതികൾ പിൻവലിച്ചു. സംസ്ഥാന സർക്കാർ അതെന്ത് ചെയ്യാൻ പറ്റുമെന്ന് ആലോചിക്കുന്നുവെന്ന് മുഖ്യമന്ത്രി പറയുകയും ചെയ്തു. അപ്പോൾ ബാക്കിയും കൂടി ഞാൻ പെട്ടെന്ന് പ്രതീക്ഷിക്കുകയാണ്. ഏതായാലും വിലക്കയറ്റം ഒരിക്കൽ ഉണ്ടായാൽ പിന്നെ അത് താഴോട്ട് വരില്ല. അത് തടയാനായി പെട്രോളിൻ്റെ വില എപ്പോഴും കുറഞ്ഞു തന്നെ ഇരിക്കണം. മനു, നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പക്ഷമുണ്ടോ? അല്ല, ഇപ്പോൾ കോൺഗ്രസ് സർക്കാർ വന്നപ്പോൾ കോൺഗ്രസിൻ്റെ നിലപാട് കൂടുന്നത് കൊണ്ടാണ് ചോദിക്കുന്നത് എന്ന് തോന്നുന്നു. അത് അങ്ങയെ വിമർശിക്കുമ്പോൾ ഞാൻ കോൺഗ്രസ്സുകാരനായിട്ട് തോന്നും, അങ്ങയെ അനുകൂലിക്കുമ്പോൾ ഞാൻ അങ്ങയുടെ പാർട്ടിക്കാരനായിട്ട് തോന്നും. ഇനിയിപ്പോൾ BJPയെ എതിർക്കുമ്പോൾ മറ്റൊരു നിലപാട് തോന്നും. ചിലപ്പോൾ BJPക്കാരനായിട്ട് തോന്നും, ഇപ്പോൾ കോൺഗ്രസ്സുകാരനായിട്ട്. അതൊക്കെ എൻ്റെ വിഷയം അങ്ങനെ രാഷ്ട്രീയമല്ല. എൻ്റെ വിഷയം മനുഷ്യനാണ്. പൊതുവേദിയിൽ ഞാൻ ഉന്നയിക്കുന്ന മനുഷ്യൻ്റെ കാര്യമാണ്. അപ്പോൾ ഈ ഷർട്ട് എനിക്ക് നന്നായി യോജിക്കുന്നുണ്ടെന്ന് സുനിമോൾ ഇതിൽ പറയുന്നുണ്ട്. അപ്പോൾ സുനിമോളിന് എൻ്റെ അഭിനന്ദനങ്ങൾ ഞാൻ എൻ്റെ വീട്ടിൽ അറിയിക്കാം. അപ്പോൾ കുമാർ എന്നോട് പറയുന്ന അമ്മയല്ലാതെ ഒരു ദൈവമുണ്ടോയെന്ന്. അപ്പോൾ എല്ലാവരും എൻ്റെ അമ്മയെ പുകഴ്ത്തുകയാണ്. ശരി, കൊള്ളാം. അപ്പോൾ VD സതീശൻ താപ്പാനകളെയും കേസിയെയും ശ്രദ്ധിക്കണം എന്ന് പറയുന്നു. അപ്പോൾ ഇപ്പോഴും അമ്മയെ ആശ്രയിച്ച് ജീവിക്കുകയാണോ എന്ന് സുനിൽ എന്നോട് ചോദിക്കുന്നു. പാവം അമ്മ എന്ന് പറയുന്നത്. എൻ്റെ അമ്മയ്ക്ക് ആകെ ഒരു മോനേ ഉള്ളൂ. അപ്പോൾ സ്വാഭാവികമായും ഇപ്പോഴും ആശ്രയിക്കുന്നതുകൊണ്ടൊരു തെറ്റുമില്ല. അവരുടെ എല്ലാ സമ്പാദ്യങ്ങളും ഉണ്ടെങ്കിൽ തന്നെ അത് എനിക്ക് തന്നെയാണല്ലോ തരേണ്ടത് സ്വാഭാവികമായും. അപ്പോൾ അത് നേരത്തെ വാങ്ങുന്നേ ഉള്ളൂ, വേറെ പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെ ഒരുപാട് പേരുന്നു. പൂച്ച പെറ്റ് കിടന്ന ഖജനാവ് എന്ന് എന്തിന് കള്ളം പറഞ്ഞു എന്ന് ശ്രീ കൃഷ്ണൻകുട്ടി ചോദിക്കുന്നു. അപ്പോൾ ഖജനാവിൽ പൂച്ചയെ പെറ്റിട്ടില്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ നിലപാട്. കുമാരി പത്മജ എന്നോടൊപ്പം ചേർന്നുണ്ട്. സുപ്രീം കോർട്ട് ഹാസ് ഗിവൺ ദി ഓർഡർ, സോ തിങ്ക് അബൌട്ട് ദ റിയൽ ഓണർ ഓഫ് ദ ലാൻഡ് ഹു ഫോട്ട് ഫോർ 58 years ആൻഡ് ഹീ ഈസ് ഓൾസോ എൻ ഇന്ത്യൻ സിറ്റിസൺ ആൻഡ് ഷുഡ് ഗെറ്റ് ഹിസ് ലാൻഡ് ബാക്ക് എന്നാണ് പറയുന്നത്. ഞാൻ കോടതിയുടെ നടപടികളുടെ അതിലേക്ക് നമുക്കത്ര അറിയില്ല. പക്ഷേ
കോടതി ഒരുപക്ഷെ ഇതിൽ ന്യായാന്യായങ്ങൾ കൃത്യമായി ബോധ്യപ്പെട്ടിട്ടാകാം അതിന് ഉടമസ്ഥന് ആരാണ് എന്നുള്ള തീരുമാനത്തിലെത്തിയിട്ടുണ്ടാവും. പക്ഷേ ഒരു മനുഷ്യനെ പുറത്തേക്ക് ഇറക്കി വിടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ അവിടെ ഇടപെടാനാണ് നമുക്കൊരു സർക്കാരിൻ്റെ ആവശ്യം. സർക്കാർ അതിൽ ഇടപെടുകയാണ് വേണ്ടത്. അല്ലെങ്കിൽ ഇത്തരം ആളുകളെ പുനരധിവസിപ്പിക്കാനുള്ള വഴികൾ ആരായുകയാണ് വേണ്ടത്. കാരണം ഒരു രാത്രി കുറേ മനുഷ്യർക്ക്, കുടുംബങ്ങൾക്ക് ഇങ്ങനെ റോട്ടിലേക്ക് ഇറങ്ങേണ്ടി വരുന്ന ഒരു ദുരവസ്ഥ അത് വളരെ വളരെ ഭീകരമാണ്. ഒരുപക്ഷെ വളരെ പ്രധാനപ്പെട്ടതായിരിക്കാം. അപ്പോൾ ഇങ്ങനെ പോകുന്നു പല പല കമൻറ്റുകൾ. അപ്പോൾ സ്കറിയ എന്നോടൊപ്പം ചേരുന്നു ചെറുപുഴയിൽ നിന്നാണ്. ശ്രീ സ്കറിയ, നമസ്കാരം മനു. നമസ്കാരം. നമസ്കാരം. നമ്മള് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് വിളിച്ചതാണ് മനു. ഈ വർഗീസിനെ പോലുള്ള ഒരു പുള്ളിനെ നിങ്ങൾ ഒരു ദിവസം ഈ പൊതുവേദിയിലേക്ക് വിളിച്ചിട്ട് അവതാരകനാക്കണം. അവതാരകൻ 1 മണിക്കൂർ നേരം പുള്ളി നമ്മള് ഈ ചുട്ട കോഴിയെ പറപ്പിക്കുന്ന ഒരു പണി കാണിച്ചു കൊടുക്കാം. ഈ വർഗീസിന് എന്താന്ന് ഇപ്പൊ കാലണെങ്കിൽ അവരുടെ പാർട്ടി കോടതി കേസ് കൊടുക്കാത്തതിന്റെ പേരിലായിരുന്നു ഈ 14 പ്രാവശ്യവും ഈ പ്രശ്നം തീർക്കാൻ പറ്റാതെ വന്നേ. വർഗീസ് മോൻ ഒരു കാര്യം മനസ്സിലാക്കണം. നമ്മുടെ ഒരാഴ്ച ആയതേ ഉള്ളൂ. നിങ്ങൾ അവിടെ രക്ഷാപ്രവർത്തനം നടത്തിയ മക്കളെയൊക്കെ, പിന്നെ നിങ്ങളെ സ്നേഹിച്ചു നിർത്തിയ അജിത് കുമാറിന്റെ ഒക്കെ തൊപ്പിയൊക്കെ തെറിക്കാൻ പോവുക. അപ്പൊ അവിടെ അത് പാർട്ടി കോടതി കൊടുക്കണോ വർഗീസ് മോനെ? അത് കാരണം വർഗീസ് മോൻ ഒരു കാര്യം ചെയ്യുക, ഒരു ദിവസം ന്യൂസ് 8 വന്നിട്ട് നമ്മുടെ മനുവിനോട് പറഞ്ഞിട്ട് ഒരു കാര്യം ചെയ്യുക, അവിടെ നിൽക്കുക, ഞങ്ങളല്ല അല്ലെങ്കിൽ അത്ര നമുക്കൊരു സംഭാവന തന്നെ നടത്തിക്കളയാം. അത് കാരണം ഒന്നും വേണ്ട, ഒരാഴ്ച ആയതേ ഉള്ളൂ. ഇവിടെ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ഞങ്ങൾ നടത്തിക്കോളും. വി ഡി സതീശൻ അമ്പലത്തിൽ പോകാൻ നിങ്ങൾക്കെല്ലാവരും അമ്പലത്തിൽ പോകാത്ത ആൾക്കാർ ഇവിടെ അയ്യപ്പ സംഗമം നടത്തി. ഈശ്വരനില്ല, വിശ്വാസമില്ല. നിങ്ങൾ EMSന്റെ പേരെ തള്ളി പറഞ്ഞിട്ട് ദൈവവിശ്വാസത്തിന്റെ മുന്നിലേക്ക് വരികയും അയ്യപ്പ സംഗമം നടത്തുകയും അതിന് കോടികൾ ഊരാളകളിന് കൊടുക്കുകയും നാട്ടുകാരുടെ നികുതിപ്പണം കൊടുക്കുകയും ചെയ്തില്ല വർഗീസ് മോൻ. അത് കാരണം കൂടുതൽ ഈ കേരളത്തിലുള്ള ജനങ്ങളെ കൂടുതൽ അങ്ങനെ പഠിപ്പിക്കില്ലേ മോനെ? കാരണം എന്താ വെച്ചാൽ ഇപ്പൊ ഈ ഒരാഴ്ച കൊണ്ട് പലരും വിളറി പിടിച്ചിട്ട് ഈ കഴുത കാമം കരുതി തീർക്കുന്നു പറഞ്ഞാൽ പലരും ഒളിച്ചു. ഇപ്പം തന്നെ പറയുന്നത് എന്റെ ജില്ലക്കാരനാണ് നമ്മുടെ പ്രതിപക്ഷ നേതാവ്. പുള്ളിയുടെ താടി ഈ സ്പീക്കർ പറയുന്ന സമയം കൊണ്ട് പുള്ളിക്ക് ഇതിന് മറുപടി പറയാൻ പറ്റിയല്ല. ഈ എഡി തോമസ് ഒക്കെ പുള്ളി ക്രിക്കറ്റ് തട്ടുന്നേ. അത് കാരണമാണ് പറയുന്നത് ശൈലജ അവിടെ ജയിപ്പിക്കുക, പുള്ളി തോപ്പിക്കുക. പുള്ളി രാജിവെച്ചിട്ട് ധർമ്മടത്ത് വെച്ചാണ് എന്റെ നാട്ടുകാരനാണ് അവിടെ നിർത്തി പുള്ളിയെ 7 പ്രാവശ്യം മൂത്രം ഒഴിപ്പിക്കാൻ പോലും പറ്റാതെ നിന്ന് റഷീദ് അവിടെ മത്സരിക്കുകയും ചെയ്ത് ശൈലജ ടീച്ചറിനെ ഞങ്ങൾ തോപ്പിക്കും. അത് കാരണം വർഗീസ് മോൻ രാഷ്ട്രീയമൊക്കെ നല്ല, എല്ലാവർക്കും വ്യക്തി സ്വാതന്ത്ര്യവും രാഷ്ട്രീയമൊക്കെ ഉണ്ട്. അന്ധമായ രാഷ്ട്രീയം പറ്റിയല്ലോ കേട്ടോ. അത് ഇന്ന് വൈകുന്നേരം പോയി പാർട്ടി ക്ലാസ്സിൽ ഒന്ന് പഠിച്ചിട്ട് അവിടുത്തെ ബ്രാഞ്ച് സെക്രട്ടറിയോ ലോക്കൽ സെക്രട്ടറിയോ ഒക്കെ അല്ലെങ്കിൽ നമ്മുടെ അപ്പക്കാരനില്ലേ, അപ്പക്കാരൻ നമ്മുടെ നാട്ടുകാരനാണ്. അപ്പക്കാരനൊക്കെ പറയുന്നത് കേട്ടിട്ട് ഉപ്പുണ്ടാക്കുന്നത് ഇവിടുന്ന് ടാങ്കർ ലോറിക്ക് വെള്ളം കൊണ്ടുപോയിട്ട് ഡൽഹി കൊണ്ടുപോയി ശുദ്ധീകരിച്ചിട്ടാണ് പറയുന്നത് പാർട്ടിക്കാരല്ലേ നിങ്ങൾ. അത് പാർട്ടി ക്ലാസ്സിൽ. ബാക്കി നിങ്ങൾക്ക് പറയണമെങ്കിൽ അവിടെ പോയി പറയണം. അത് കാരണം അതൊന്നും വേണ്ട. ഞങ്ങൾ 5 കൊല്ലം ഭരിക്കും. ഞങ്ങളുടെ കാര്യത്തിൽ നിങ്ങൾ നിങ്ങളുടെ വീട് നന്നാക്കുക. ഞങ്ങളുടെ വീടൊക്കെ നല്ല ഭംഗിയായിട്ട് ധരിച്ചു കൊടുക്കും. 10 കൊല്ലം ഭരിച്ചിട്ട് ഇവിടുത്തെ പാവപ്പെട്ടവര് കണ്ണുനീരുണ്ടായിരുന്നു. പാവപ്പെട്ടവർ നിങ്ങളെല്ലാം ശരിയാക്കും, LDF വരും, എല്ലാം ശരിയാക്കും എന്ന് പറഞ്ഞു പോയതാ. പിന്നെ നിങ്ങൾ വർഗീസിന് വേണ്ടി പറഞ്ഞപ്പം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണ് മനു. ഞാനും മനുവായിട്ട് കണ്ടിട്ടില്ലേ പോലും ഒരു ഹൃദയബന്ധമുണ്ട്. 15 മിനിറ്റ് മനു ഒരു കാര്യം വ്യക്തമായിട്ട് പറഞ്ഞാൽ വർഗീസ് പോലെ അതിന് കൃത്യമായ കാര്യങ്ങൾ പറഞ്ഞു. അല്ല കോഴി എവിടെയായിരുന്നു ചോദിച്ചപ്പോൾ കോഴി മരത്തിലായിരുന്നു. അതിന് എവിടുന്ന് പിടിച്ചെന്ന് ചോദിച്ചപ്പോൾ കൂട്ടിന്നാന്ന് പറഞ്ഞു. അതിന് എവിടുന്ന കൊന്നതെന്ന് ചോദിച്ചപ്പോൾ അത് എനിക്ക് അറിയില്ല. അങ്ങനത്തെ ഞാൻ വർത്താനം ഒന്നും പറയുന്നത്. ഈ കേരളത്തിലുള്ള മനുഷ്യന്മാർ എല്ലാവരും നല്ല നല്ല ആൾക്കാരും ഇതിനെക്കുറിച്ച് എല്ലാം പഠിക്കുന്നതാണ്. അത് കാരണം വർഗീസ് മോന് ഇതിനകത്ത് വിളിക്കുന്നുണ്ടെങ്കിൽ കൃത്യമായ കാര്യങ്ങൾ പറഞ്ഞിട്ട് കൃത്യമായ കാര്യങ്ങൾ പറയണം. ഇല്ലേ നമുക്ക് തമ്മിലൊന്നും കൂടാതെ ഞാൻ പെരുമ്പാവൂർ വരെ ഞാൻ ഇന്നലെ തന്നെ പോയതാണ്. ഞങ്ങളുടെ ഒരു കുടുംബയോഗം ഉണ്ടായിരുന്നു. തറയിൽ കയറുള്ള പുളിയും തൊട്ടി വയനാട്ടില് 10-200 അപ്പൊ എനിക്ക് പെരുമ്പാവൂരൊക്കെ അറിയാം. വേണമെങ്കിൽ നമുക്ക് പെരുമ്പാവൂർ വന്നിട്ട് വർഗീസ് മോന് നമുക്കൊന്ന് സംഭാവന നടത്തി കൊടുക്കാം. ഈ മനുവിനെ കൂടെ വിളിക്കാം ഒരു മോട്ടിവേറ്റർ ആയിട്ട്. മനുവിനോട് പറഞ്ഞിട്ട് നമുക്കൊരു ദിവസം ഇതിനകത്ത് അവതാരകനായിട്ട് വർഗീസ് കയറി നിൽക്കുക. പോന്ന മോനെ കണ്ടം വഴി അല്ല ഓടുന്നത്, കാട്ടിക്കൂടി അല്ല ഓടുന്നത്, ഓടക്കാട്ടിക്കൂടി ഓടും കേട്ടോ. അതുകൂട്ടൊന്നും പേശക്കെട്ട് വേണ്ട. ശരി, വ്യക്തമാണ്. ഓക്കെ. അപ്പൊ സ്കറിയ കുറെ നാളുകൾക്ക് ശേഷം നമുക്ക് സംസാരിക്കാൻ കഴിയും. ബിനുവിന്റെ പേഴ്സൺ നമ്പർ ഇരിക്കുന്ന പല വാർത്തകളും ഞാൻ അയച്ചു തരാം ന്യൂസ് 8ക്ക്. അത് അവിടുന്ന് നമ്മുടെ PCR-ലേക്ക് ഇത് കട്ട് ചെയ്യുന്നതിന് മുമ്പ് ഒന്ന് ചോദിച്ചാൽ അവർ തരും. ഓക്കെ, അയച്ചു തരാം. അതൊന്ന് പറഞ്ഞാൽ മതി. പറഞ്ഞിട്ടുണ്ട്. അപ്പൊ കട്ട് ചെയ്യുന്നതിന് മുമ്പ് അവർ തരും. ഓക്കെ, ശരി. അപ്പൊ തുളസീദാസൻ നാരായണൻ എന്നോട് പറയുന്നു നിലപാടുകളുടെ പൊതുവേദിയാണ് നമ്മുടെ പൊതുവേദി എന്ന് പറയുന്നു. ഓക്കെ, സന്തോഷം അത് കേൾക്കുമ്പോൾ. ഗോമാതാജിക്ക് എൻ്റെ പറയുന്നു മനു ഓറഞ്ച് ഷർട്ട് ഇട്ടാൽ കമൻറ്റ് ബോക്സിൽ മൊത്തം മനു BJP ആയോ എന്ന് ചോദിക്കും എന്ന് പറയുന്നു. അതെ, എനിക്ക് ഓരോ ദിവസവും ഓരോ പാർട്ടി ആയിട്ടാണ് ആളുകൾ പറയുന്നത്. അപ്പോൾ സദാശിവൻ നായർ പറയാണ് മനുവിന് ഷർട്ട് മേടിച്ചു തരുന്നത് അമ്മയാണെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ കണ്ണിൽ വെള്ളം വന്നു. കാരണം എനിക്ക് അങ്ങനെ ഒരു അനുഭവം ഇല്ലാത്തത്
ഇല്ലാത്തത് കൊണ്ടും അമ്മ ഇപ്പോൾ ജീവിച്ചിരിപ്പില്ലാത്തത് കൊണ്ടുമാണ് എന്നുള്ളത്. അത് കേട്ടപ്പോൾ എൻ്റെ കണ്ണിലും വെള്ളം വരികയാണ്. കാരണം അമ്മ ഇല്ലാതാകുമ്പോഴൊരാൾ അനാഥനാവുകയാണ്. അപ്പോൾ ഒരു വലിയ ദുഃഖമാണത്. ഏതായാലും ആ ദുഃഖം അതിജീവിച്ച് മുന്നോട്ട് പോകാൻ അങ്ങ് കരുത്തുണ്ടാകട്ടെ എന്നാണ് ഞാനും ആഗ്രഹിക്കുന്നത്. ശ്രീ സദാശിവൻ നായരുടെ അമ്മയുടെ മുന്നിൽ നമുക്ക് ഓർമ്മകൾക്ക് മുന്നിൽ അന്ത്യാഞ്ജലികൾ അർപ്പിക്കാം. അപ്പോൾ ശ്രീ കൃഷ്ണൻകുട്ടി, ശ്രീ മനു സ്കറിയെ നന്നായി എൻജോയ് ചെയ്തെന്ന് പറയുന്നത് ഇല്ല, ഞാൻ രണ്ടുപേരെ എൻജോയ് ചെയ്തു. ഞാൻ ശ്രീ വർഗീസ് എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഇഷ്ടമുള്ള ഒരാളാണ്. അതായത് നമ്മുടെ പൊതുവേദിയുടെ സ്ഥിരം പ്രേക്ഷകരാണ്. രണ്ടുപേര് പറയുന്നത് ഞാൻ എൻജോയ് ചെയ്യുക തന്നെയാണ് ചെയ്തത്. ഞാനത് ഒരു ഇതായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. അതെ, മനോജൻ ചോദിക്കുന്നു, ശ്രീ വർഗീസ് പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ അഭിപ്രായമല്ലേ, മറ്റൊരാൾ വന്ന് ഭീഷണിപ്പെടുത്താൻ പാടുണ്ടോ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. ഇല്ല, ഞാനത് വ്യക്തിപരമായിട്ടുള്ളൊരു ആക്ഷേപമായിട്ട് അതിനെ കണക്കാക്കേണ്ട. അത് തമ്മിലുള്ളൊരു തർക്കം എന്ന തരത്തിൽ കണ്ടാൽ മതി. അതിപ്പോൾ ആളുകൾ അഭിപ്രായം പറയുന്നതിന് പലപ്പോഴും ശ്രീ കൃഷ്ണൻകുട്ടിയും ഒക്കെ അതിന് മറുപടി പറയാറുണ്ട്, ശ്രീ മനോജൻ കെ വിയും അതിന് മറുപടി പറയാറുണ്ട്. പക്ഷേ അതൊരു സഭ്യമായ രീതിയിലാകണമെന്ന് മാത്രമേ പറയുന്നുള്ളൂ. ടുമോറോ വെയർ റെഡ് ഷർട്ട് മനു, ഡേ ആഫ്റ്റർ ടുമോറോ വൈറ്റ് എന്നൊക്കെ ഷിജു എനിക്ക് പല തരുന്നുണ്ട്. നാളെ പക്ഷേ ഞാൻ കാണില്ല, ഞാൻ അവധിയാണ്. അപ്പോൾ നോക്കാം, നമുക്ക് അടുത്ത ദിവസം റെഡ് ഷർട്ട് ഇടാൻ പറ്റും. മോദിക്ക് ഗുരുവായൂരിൽ പോകാം, സുരേഷ് ഗോപിക്ക് പോകാം. എന്താ മുഖ്യമന്ത്രി സ്ഥാനം കിട്ടിയ കൊണ്ട് 1000 കൊടുത്ത് ടോക്കൺ എടുത്ത് സതീശന് പിറകെ ഇവർ കൂടുന്നതെന്ന് മനസ്സിലാകുന്നില്ല എന്ന് എന്നോട് ബെന്നി ഐശ്വര്യ പറയുകയും ചെയ്യുന്നു. ശ്രീ അനിൽ എന്നോടൊപ്പം ചേരുന്നത് കുണ്ടറയിൽ നിന്നാണ്. ശ്രീ അനിൽ. നമസ്കാരം സാർ. നമസ്കാരം. നമ്മുടെ പുതിയ സർക്കാർ അധികാരത്തിൽ വന്ന് എല്ലാ ജനങ്ങളെയും വിശ്വാസത്തിലെടുത്ത് മുന്നോട്ട് പോവുകയാണ്. ഹലോ, കേൾക്കുന്നു. സാറേ, നമ്മുടെ പുതിയ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷമേ എല്ലാ വിഭാഗം ജനങ്ങളെയും വിശ്വാസത്തിലെടുത്ത് മുന്നോട്ട് പോവുകയാണ്. വമ്പൻ പ്രഖ്യാപനങ്ങൾ. ആശാമാർക്ക് 3000 രൂപ, അംഗൻവാടി ജീവനക്കാർക്ക് 1000 രൂപ, SC/ST വിദ്യാർത്ഥികളുടെ ഗ്രാന്റുകൾ 10% വർദ്ധിപ്പിച്ചു. അതുപോലെ തന്നെ നമുക്കറിയാം, ഒരു ചെറിയ വീട് വെക്കണമെങ്കിൽ വലിയ പൈസ അടക്കണമായിരുന്നു. ബിൽഡിംഗ് പെർമിറ്റ് കുറച്ചുകൊണ്ട് ഉത്തരവായി. അതുപോലെ തന്നെ നമുക്കറിയാം, കാക്കി ഇട്ട പോലീസുകാരുടെ നരനായാട്ട് അജിത് കുമാറിനെ പോലെയുള്ള പോലീസ് മേധാവികളുടെ നരനായാട്ട് അവസാനിപ്പിക്കാനുള്ള നടപടി സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നു. അതുപോലെ എറണാകുളത്തുള്ള ജനങ്ങളെ ഒഴിപ്പിക്കല് 14 തവണ വന്നിട്ട് അവിടെ കോടതി നിശ്ചയിച്ച കമ്മീഷൻ വന്നിട്ട് ഒരു നടപടിയും ഗവൺമെന്റ് ഭാഗത്ത് ഉണ്ടായില്ല. ഇത് തീർച്ചയായും ഒരു മുതലെടുപ്പാണ്. പാവപ്പെട്ട ജനങ്ങളെ എപ്പോഴും അങ്ങനെ തന്നെ നിലനിർത്തിക്കൊണ്ട് അവരുടെ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു നിലപാടാണ് എല്ലാ കാലങ്ങളിലും ഇടതുപക്ഷക്കാർ സ്വീകരിച്ചത്. അത് വീണ്ടും തുടരുന്നു. അവരെപ്പോഴും പട്ടിണി പാവങ്ങളായിട്ട് തന്നെ നിൽക്കട്ടെ. 14 തവണ വന്നിട്ട് 10 വർഷം ഭരിച്ച ഒരു ഗവൺമെന്റ് അവർക്ക് ഒന്നുകിൽ അവർക്ക് ഒരു പാർപ്പിട സൗകര്യം ഒരുക്കി കൊടുക്കാൻ കഴിഞ്ഞ സർക്കാർ തയ്യാറായിട്ടില്ല. പക്ഷെ ഭരണം മാറിയപ്പോൾ കൃത്യമായി അവരെ സംരക്ഷകരായി ആട്ടിൻതോലിട്ട ചെന്നായെ പോലെ അവർ വന്ന് അവരെ കബളിപ്പിക്കുന്ന ഒരവസ്ഥ പൊതുസമൂഹം കാണുന്നുണ്ട്. അവർ പറയുന്ന കാര്യങ്ങൾ കൃത്യമായി പൊതുസമൂഹം വിലയിരുത്തുന്നുണ്ട്. എന്നാൽ പുതിയ സർക്കാർ അതിനെതിരെ കൃത്യമായി നിലപാട് സ്വീകരിച്ചു. കോടതിയിൽ അത് സാവകാശം ചോദിക്കുന്നതിനും അതുപോലെ ഇവർക്ക് ആ ഭൂമി കിട്ടിയില്ലെങ്കിൽ അവരെ പാർപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടി സ്വീകരിക്കുമെന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട്. ഇതൊക്കെയല്ലേ ഒരു സർക്കാർ ചെയ്യേണ്ടത്. സമയം ഇങ്ങനെ കുറയുന്നത് കൊണ്ടാണ്. ഏതായാലും വളരെ നന്ദി അഭിപ്രായം പങ്കുവച്ചത്. അപ്പോൾ ഷാജി ഭാസ്കർ പറയുന്നു വർഗീസിനെ തെറി പറഞ്ഞു എന്നൊക്കെ. ഇല്ലില്ല, തെറിയൊന്നും പറയാൻ ഞാൻ സമ്മതിക്കില്ല. നമ്മുടെ പൊതുവേദിയിൽ തെറിയല്ല അദ്ദേഹം. ഞാൻ പറയുന്നത് അതിനൊരു സഭ്യമായ ഭാഷയാണ് എല്ലാവരും ഉപയോഗിക്കേണ്ടത് എന്നുള്ളത് ഷാജിയാണ് പൊതുവേദിയിൽ ആദ്യം ഒരു പ്രധാന വിഷയമായി ഉന്നയിച്ചത്. അതുകൊണ്ട് തന്നെ നമ്മൾ അതിൽ ഉറച്ചു നിൽക്കുകയാണ്. സഭ്യമായ ഭാഷയിലാണ് എല്ലാതരം പ്രതികരണങ്ങൾ നടത്തേണ്ടത്. പിന്നെ ആളുകൾക്ക് മറുപടി പലപ്പോഴും ഷാജി ഭാസ്കറും മറുപടി കൊടുക്കാറുണ്ട്, കൃഷ്ണൻകുട്ടി മറുപടി കൊടുക്കാറുണ്ട്, മറ്റാളുകൾ പറയുമ്പോൾ അതിനൊക്കെ മറുപടി കൊടുക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ആളുകൾ വന്ന് അവരുടെ അഭിപ്രായം പറയുമ്പോൾ വേറെ ചിലർ അതിന് മറുപടിയായിട്ട് പറയുന്നതും കൂടിയാണല്ലോ നമ്മൾ ഒരു സംവാദം എന്ന് വിളിക്കുക. അപ്പോൾ വർഗീസിൻ്റെ കാര്യം പറഞ്ഞു, സ്കറിയ അദ്ദേഹത്തിൻ്റെ അഭിപ്രായവും പറഞ്ഞു. അപ്പോൾ ഇത് കേട്ട് നമുക്ക് ഇതിൽ നിന്ന് ഒരു പൊതു സത്യം മനസ്സിലാക്കാൻ കഴിയും എന്ന് എന്നോട് തുളസി നാരായണൻ പറയുന്നു. ഓക്കെ, അത് അങ്ങനെയാണ് അതിനെ കാണുന്നത്. ഒരു കാലത്ത് നരനാരായണൻ ഏറ്റവും മുന്നിൽ നിന്ന് കോൺഗ്രസ് ആയിരുന്നു എന്ന് എല്ലാവരും ഓർക്കണം എന്ന് തുളസി നാരായണൻ പറയുന്നു. ഞാൻ ചോദിക്കട്ടെ മനു, ഈ കഴിഞ്ഞ LDF സർക്കാർ എന്ത് ചെയ്തു അവിടെ ഒന്ന് കഴിഞ്ഞ LDF സർക്കാർ എന്ത് ചെയ്തു അവിടെ ഒന്ന് പറഞ്ഞു തരാമോ എന്നാണ്. എവിടെയാണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഗൗതം CPM കാരനാണല്ലോ. അപ്പോൾ LDF സർക്കാർ എന്ത് ചെയ്തു എന്നുള്ളത് അങ്ങനെയാണ് പറയേണ്ടത്. അതിന് മറുപടിയാണ് ഞാൻ പറയേണ്ടത്. ഓക്കെ,
അപ്പോൾ മനോജൻ കേവരി പറയുന്നത് ഇത് തോന്നിയവാസമായി പോയി എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങയുടെ അഭിപ്രായം. അപ്പോൾ വേറൊരാളുടെ ഇതിനെക്കുറിച്ച് അങ്ങ് പറയുന്നത് തോന്നിയവാസമായി പോയി എന്നാണ്. ഓക്കെ, സ്കറിയുടെ സംഭാഷണം മനു വളരെ ആസ്വദിച്ച് കേൾക്കുന്നു എന്ന വി സി തോമസിൻ്റെ ആക്ഷേപവും അവിടെ എനിക്കെതിരെ ഉണ്ട്. ഓക്കെ, അത് ഞാൻ അംഗീകരിക്കുന്നു. ഓക്കെ, അപ്പോൾ ശ്രീ രാജൻ കൊല്ലം. ശ്രീ രാജൻ, ഞാൻ ഈ ഇതെല്ലാം കേട്ടോണ്ടിരിക്കുകയാണ്. അപ്പൊ സക്കറിയ പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ സത്യമാണ്. കാരണം പണ്ട് രാജൻ കേസ് ഉണ്ടാക്കിയല്ലോ, അതായത് കരുണാകരനെ രക്ഷിക്കാൻ വേണ്ടി അന്നത്തെ കാലത്ത് രാജനെ ഉരുട്ടി കൊന്ന് കൊക്കയിലെറിഞ്ഞ പുള്ളി മറന്നുപോയൊന്നും ചോദിക്കണം. പിന്നെ രണ്ടാമത് പിന്നെ അവിടെയൊക്കെ ഒരു ചെറിയ പ്രശ്നം എന്താണെന്നറിയാം, ഞാൻ വീണ്ടും കോൺഗ്രസിനെ ന്യായീകരിക്കുകയാണെന്ന് പറയാം. അന്ന് മുഖ്യമന്ത്രി ആരായിരുന്നു? ഒരു മിനിറ്റ് സാറേ, ഞാനൊന്ന് പറഞ്ഞു. ഞാൻ പറയട്ടെ, അന്ന് മുഖ്യമന്ത്രി ആരായിരുന്നു? കരുണാകരൻ. എന്നിട്ട് കേക്ക്, ഒരു മിനിറ്റ് ഞാനൊന്ന് പറഞ്ഞോട്ടെ. രാജൻ കൊല്ലപ്പെടുമ്പോഴോ? അല്ല, രാജൻ ഉരുട്ടിക്കൊന്നില്ലയോ? കൊല്ലപ്പെടുമ്പോ മുഖ്യമന്ത്രി ആരായിരുന്നു? കോഴിക്കോട്. അതാണ് ഞാൻ ചോദിക്കുന്നത്, മുഖ്യമന്ത്രി ആരായിരുന്നു? കരുണാകരൻ. ഞാൻ പറയുന്നത് മനസ്സിലാക്കി, ഒന്ന് കേട്ട് സാറ്. പിന്നെ ISRO ചാരക്കേസ് ഉണ്ടാക്കി, ഉമ്മൻചാണ്ടി വെറും ഒരു കള്ളക്കേസ് ഉണ്ടാക്കിയിട്ട് പിന്നെ നമ്പിനാരായണനെ കൊണ്ട് ഇടിച്ചു. അന്നും മുഖ്യമന്ത്രിയെ രക്ഷിക്കാൻ പോയതാ. നമ്പിനാരായണനെ കൊണ്ട് ഇടിച്ചിട്ട് 50 ലക്ഷം രൂപ നഷ്ടപരിഹാരം കൊടുത്തു നമ്മുടെ ഗവൺമെന്റ്, പാവപ്പെട്ട ജനങ്ങളുടെ നികുതിപ്പണം എടുത്ത്. അതും മുഖ്യമന്ത്രിയെ രക്ഷിക്കാൻ പോയതാ. ഇനി മുണ്ടക്കായി ചൂരന്മലയിലെ 72 കോടി പിരിച്ചു നിർത്തിയേ, അതൊന്ന് പറയാൻ പറഞ്ഞേ. പിന്നെ ആപ്പ് എവിടെ പോയി, അതൊന്ന് പറയാൻ പറഞ്ഞേ. പിന്നെ മൂന്നാമത്തെ, ഇനിയും നല്ല 1ാം ക്ലാസ് ഭരണമാണ് പിന്നെ സതീശൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. 3 വണ്ടി മതിയെന്ന് പറഞ്ഞു. മിനിഞ്ഞാന്ന് ഞാൻ തിരുവനന്തപുരത്ത് നിൽക്കുമ്പോ 27 കണ്ടു. ഞാൻ അങ്ങ് പറയുന്നൊക്കെ സമ്മതിച്ചു. അങ്ങ് ആദ്യം പറഞ്ഞെടുത്ത് മാത്രം ഒരു ചെറിയ തെറ്റ് പറ്റി. അന്ന് മുഖ്യമന്ത്രി കരുണാകരനല്ല, അന്ന് റീജിയണൽ എക്സിക്യൂട്ടീവ് രാജനെ ഉരുട്ടി കൊന്ന അന്ന് മുഖ്യമന്ത്രി കരുണാകരനല്ല അല്ലേ? കരുണാകരനല്ലേ? മുഖ്യമന്ത്രി കരുണാകരനല്ല, പുള്ളി പോലീസ് മന്ത്രിയായിരുന്നു. അല്ല, മുഖ്യമന്ത്രി പറഞ്ഞത് മുഖ്യമന്ത്രി ആരായിരുന്നു? എനിക്ക് ആരായിരുന്നു സാറ് പറഞ്ഞു പറയുന്ന മനസ്സിലാക്കി. ഞാൻ ഈ അതിപ്പോ CPI-ക്കാരും തമ്മിൽ അടിയാവും. നമ്മളിപ്പോ അത് പറഞ്ഞ രാജൻ കേസ് പറയുമ്പോൾ വലിയൊരു പ്രശ്നം, CPM-ന്റെ മുന്നിലുള്ള വലിയ പ്രശ്നം. എന്നിട്ട് ഇല്ലാത്ത കള്ളക്കേസ് ഉണ്ടാക്കിയാണല്ലോ നമ്പിനാരായണനെ കൊണ്ട് ഇടിച്ചത്. അയാൾ ഇപ്പോഴും വരച്ചു വരയ്ക്കാൻ നടക്കുന്നത് ഞാൻ തിരുവനന്തപുരത്ത് കാണാറുണ്ട്. അതുപോലെ പിന്നെ ഇനിയുള്ള സംഗതി, ഇയാള് പറഞ്ഞെല്ലാം അങ്ങ് ചെയ്തല്ലോ. പിന്നെ ഈ ഞങ്ങളുടെ കൊല്ലത്തെ പെണ്ണുങ്ങളെല്ലാം കൂടെ ബാഗും എല്ലാം കെട്ടിയിരിക്കുക. പിന്നെ ബാംഗ്ലൂരിന് പാലക്കൊണ്ട് ഫ്രീ പിന്നെ ട്രാൻസ്പോർട്ടില്. ഇപ്പൊ നാളെ രാവിലെ തന്നെ പോകാൻ, അല്ല ജൂൺ 15-ാം തീയതി തന്നെ പോകാൻ പറ്റുമെന്ന് ഞാൻ പറഞ്ഞു. കാരണം എന്താ, ഇപ്പൊ ഉടനെ കൊടുക്കാൻ പോവില്ലേ ഫ്രീ ആയിട്ട്. അതുപോലെ ഇനിയും പിന്നെ 27 വണ്ടി പുള്ളിയുടെ കൂടെ ഉണ്ടായിരുന്നു എസ്കോർട്ടിന്. അതുപോലെ ഇനിയും ഈ 4 രൂപ പാലിന് കൂട്ടിയപ്പോ പുള്ളിക്ക് പറയാറുണ്ടല്ലോ കൂട്ടുണ്ടാന്ന്. ഇനി അതും പൊക്കോട്ടെ, ഈ ഇവരുടെ ആശാ വർക്കേഴ്സിന്റെ 3000 രൂപയല്ലേ കുട്ടിയുള്ളൂ, 21,000 രൂപ വേണമെന്ന് പറഞ്ഞു. അത് കൂടാതെ 7 ലക്ഷം രൂപ പിന്നെ പിരിഞ്ഞു പോകുമ്പോ വേണമെന്ന് പറഞ്ഞു. അത് കൊടുത്തോ? ഭയങ്കര പറമ്പ. പിന്നെ കർണാടക പോണാന്നല്ലോ ആരോഗ്യമന്ത്രി, സൂചി ഒടിഞ്ഞ് കാലയിലിരുന്നു സ്ത്രീയുടെ. അത് കുഴപ്പമില്ല, കത്രിക കിടന്നാലേ. സമയം അതിക്രമിച്ചുകൊണ്ടാണ് എനിക്ക് ഒരു ഇടവേളയും കൂടി ആവശ്യമാണ്. അങ്ങയുടെ പ്രതികരണങ്ങളൊക്കെ കേട്ട്. അപ്പോൾ ഇത് ഈ രാജൻ കൊലക്കേസ് ഇപ്പോൾ പലരും ചർച്ചയാക്കുന്നു. മനു, അന്ന് കരുണാകരൻ ആഭ്യന്തരമന്ത്രിയാണ്, അച്യുത മേനോനെ ആയിരുന്നു മുഖ്യമന്ത്രി എന്ന് എന്നോട് ദിലീപ് കുമാർ സമ്മതിക്കുന്നുണ്ട്. പക്ഷേ അച്യുത മേനോന് അതിൽ ഉത്തരവാദിത്തമില്ല, ഒരു മുഖ്യമന്ത്രിക്കും അന്ന് ഉത്തരവാദിത്തമില്ല എന്ന് അന്ന് അദ്ദേഹം പിന്നീട് അതിനെപ്പറ്റി വളരെ ദുഃഖത്തോടൊക്കെ എഴുതിയിട്ടുണ്ടെങ്കിലും അത് അങ്ങനെ നമുക്ക് വകവെച്ച് കൊടുക്കാൻ കഴിയില്ല. ഇന്നാണെങ്കിൽ നമ്മൾ ഇപ്പോൾ മുഖ്യമന്ത്രിയെ പിടിക്കുന്നുണ്ടല്ലോ. ഇപ്പോൾ പോലീസ് അവിടെ കയ്യേറ്റം നടത്തിയെന്ന് പറയുമ്പോൾ അതിൻ്റെ ഉത്തരവാദിത്വം VD സതീഷിനോട് ആളുകൾ ചോദിക്കുന്നുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് അങ്ങനെ ഒഴിഞ്ഞു പോരാൻ അന്നത്തെ CPI മുഖ്യമന്ത്രിക്ക് കഴിയുമോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ രാജൻ കൊലക്കേസ് എന്ന് നമ്മളിവിടെ എടുത്തു പറയുമ്പോൾ അത് ഒരു പക്ഷേ ഇടതുമുന്നണിക്കകത്ത് ഒരു ഭിന്നതയിലേക്ക് കാര്യങ്ങളെ കൊണ്ടെത്തിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പം ബെന്നി എന്നോട് പറയുന്ന രാജനെ ഉരുട്ടിക്കൊല്ലുമ്പോൾ കരുണാകരൻ ആഭ്യന്തരമന്ത്രിയായിരുന്നു എന്ന് പറയുന്നു. പിന്നെ തുളസി നാരായണൻ എന്നോട് പറയുന്നു അത് കോൺഗ്രസ് ആയിരുന്നു നരനായാട്ടിന് മുന്നിൽ എന്ന് പറയുന്നു. രാജന് യാതൊരു ഗ്രഹിയും ഒന്നിനെപ്പറ്റിയും ഇല്ല എന്ന് ജയകുമാർ പറയുന്നു. ഓക്കെ, മനു കരുണാകരൻ അന്ന് ആഭ്യന്തരമന്ത്രിയാണ്. ഓക്കെ, അപ്പോൾ ഉമേഷ് കൂടി എന്നോടൊപ്പം കോഴിക്കോട് നിന്ന് ചേരുകയാണ്. ശ്രീ ഉമേഷ്. നമസ്കാരം മനു സാറേ. നമസ്കാരം. 27 മിനിറ്റും 42 സെക്കൻഡ് ഞാൻ വെയിറ്റിംഗിൽ. ഏതാ 27 മിനിറ്റ്? എന്താണെന്നറിയാമോ ശ്രീ ഉമേഷ്, അങ്ങ് നമ്മുടെ പൊതുവേദിയുടെ സ്ഥിരം പ്രേക്ഷകനാണ്. അങ്ങക്ക് ധാരാളം അവസരങ്ങൾ പ്രതികരിക്കാൻ കിട്ടുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ചില ഘട്ടങ്ങളിൽ നമ്മളിപ്പോൾ യൂട്യൂബിലും
അവിടെ ഇവിടെയൊക്കെ ആളുകൾ നമുക്ക് പ്രതികരണങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ എല്ലാം കൂടി ഏറ്റെടുക്കേണ്ട ഒരു സാഹചര്യമാണ് ചില ഘട്ടങ്ങളിൽ. അതാണ് അപ്പൊ ഇന്നലെ ഇതേപോലെ വിളിച്ചു നോക്കുമ്പോൾ 2-3 വീട്ടിൽ കയറി വന്നപ്പോൾ കട്ടാക്കി. നമ്മൾ എല്ലാ ദിവസവും എനിക്ക് പ്രതികരിക്കണമെന്നുള്ളൊരു വാശി നമ്മൾ പറഞ്ഞാൽ ഞാൻ അങ്ങനെ ഞാൻ വിളിക്കാറില്ല. അങ്ങനെ എല്ലാവരും കയറി വിളിക്കുക. അങ്ങനെ ഇതുപോലുള്ള ഏതെങ്കിലും വിഷയം അതും ഞാൻ വീട്ടിൽ ഉണ്ടാവുന്ന സമയങ്ങളിൽ അല്ല, അങ്ങ് വിളിക്കുന്നതിൽ സന്തോഷം തന്നെ ഉള്ളൂ. പക്ഷേ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ആളുകൾ വിളിക്കുന്നതിലൊക്കെ എനിക്ക് സന്തോഷമേ ഉള്ളൂ, എത്ര തവണ വിളിച്ചാലും ശരി. പക്ഷേ എനിക്ക് ഇന്നലെ കിട്ടിയില്ല, ഇന്ന് കിട്ടിയില്ല, അല്ലെങ്കിൽ ഞാൻ കാത്തിരുന്നു എന്ന് പറഞ്ഞാൽ ഇത് ആളുകളിങ്ങനെ എല്ലാവരും വിളിക്കുമ്പോൾ ഒന്ന് കഴിഞ്ഞിട്ടല്ലേ നമ്മൾ അടുത്തയിലേക്ക് പോവുക. അപ്പോൾ അതിനിടയിൽ നമുക്ക് യൂട്യൂബ് ഉണ്ട്. ആളുകളുടെ പ്രതികരണം ഇപ്പോൾ വിളിച്ചിട്ട് കിട്ടാത്ത ആളുകളാണ് യൂട്യൂബിലുള്ളത്, അവരെ കളയാൻ കഴിയില്ല. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു പ്രതിസന്ധിയാണ്. അല്ല, അതുകൊണ്ട് പ്രയാസമുണ്ട്. ഞാൻ ഇത്ര സമയം പക്ഷെ അങ്ങക്ക് ഞാൻ നോക്കിയിട്ട് നമ്മുടെ പൊതുവേദിയിൽ ഏറ്റവും അധികം പ്രതികരിക്കുന്ന ആളുകളിൽ ഒരാൾ അങ്ങാണ്. അല്ല, ഇല്ലാന്ന് പ്രത്യേകിച്ച് എല്ലാറ്റിലുമല്ല, രാഷ്ട്രീയ കാര്യങ്ങൾ വരുമ്പോൾ അങ്ങക്ക് കൂടുതൽ സമയവും കിട്ടാറുണ്ട്, അങ്ങ് കൂടുതൽ പ്രതികരിക്കാറുണ്ട്. അല്ല, ഇല്ലാന്ന് പറയുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പ്രതികരണ ഈ പൊതുവേദി തുടങ്ങിയ കാലം മുതൽ മനു സാറും അതുപോലെ തന്നെ കിരൺ സാറും അതേപോലെ തന്നെ ഒരു ലേഡി ഉണ്ടായിരുന്നു. ഞാൻ മുമ്പ് പറഞ്ഞതാണ്, വീണ്ടും ആവർത്തിക്കണ്ട. ഞാൻ അക്കാലത്തെ വിളിക്കുന്നുണ്ട്. ഇത് സത്യത്തില് ഇന്നലെ മനു സാറേ, ഞാനേ നിങ്ങളോട് ഒരാൾ എന്തോ ഒരു യൂട്യൂബിൽ എന്തോ ഒരു മെസ്സേജ് അയച്ച് വായിച്ചിട്ട് താങ്കൾക്ക് അത് തീരെ അതായത് അയാൾ അത്ര നല്ല ഭാഷയല്ല എഴുതിയെന്ന് താങ്കളുടെ ഭാഷയിൽ തന്നെ മനസ്സിലായി. അപ്പൊ ഞാൻ എന്റെ മനസ്സിൽ തോന്നിയത് സത്യത്തിൽ ഇത്രയും നല്ല, അതായത് മറ്റ് ചാനലുകളിലൊന്നും കാണിക്കാത്ത വെറൈറ്റി ആയിട്ടുള്ള ഒരു പരിപാടിയാണ്. അതായത് ജനങ്ങൾക്ക് നേരിട്ട് അഭിപ്രായം പറയാനുള്ള ഒരു വ്യത്യസ്തമായ ഒരു പരിപാടി സത്യത്തിൽ ന്യൂസ് ആണ് ഇത് കാണിക്കുന്നത്. അപ്പോൾ അതിൽ വിളിക്കുന്നവരും അതിന്റെ ഒരു സംസ്കാരം അവര് കാത്തു സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ അത്തരത്തിലുള്ളവരൊന്നും തെറിയായിട്ടൊന്നും ഉപയോഗിക്കാൻ പാടില്ല. ഈ പരിപാടി നിലനിർത്തിക്കൊണ്ടുപോകുക എന്നുള്ള ഉത്തരവാദിത്വം ഈ വിളിക്കുന്ന എന്നെ പോലുള്ള എല്ലാവർക്കും ഉള്ളതാണ് എന്നും കൂടി ഈ ഒരു അവസരത്തിൽ പറയാണ്. ഇന്നത്തെ വിഷയം പറയുകയാണെങ്കിൽ ഞാൻ പറയാ, അല്ല എത്രയോ പാവങ്ങൾ 10-50 വർഷത്തിന് പഴക്കാറുണ്ട് ആ കേസിന് തന്നെ. പക്ഷെ എങ്കിലും സാറ് പലരോട് പറഞ്ഞതാണ്, അതേപോലെ കുറച്ച് കുടുംബങ്ങളാണ് വഴിയാധാരമാകുന്ന ഒരു സംഭവമാണ്. അപ്പോ അതിന് ശാശ്വതമായ ഒരു പരിഹാരം കാണുക തന്നെയാണ് സർക്കാരിന്റെ ഉണ്ടാകേണ്ടത്. ഇതിപ്പോ 10 വർഷക്കാലത്തോളം LDF സർക്കാർ ഭരിച്ചിട്ട് 14 തവണ അവിടെ കുടിയൊഴിപ്പിക്കാൻ പോലീസുകാർ വന്ന അവസരത്തിൽ ഇവർ യാതൊരു വിധ നടപടിയും ഉണ്ടാക്കാതെ ഇന്ന് കാണിക്കുന്ന ഈ അതായത് അവരുടെ പക്ഷം ചേർന്നുള്ള ഈ ഒരു സമരാഭാസം ഉണ്ടല്ലോ, അത് അങ്ങേയറ്റം എന്താ പറയാ അപഹാസ്യമാണ്. അത് ജനങ്ങൾ തിരിച്ചറിയുമെന്നുള്ള ബോധം അവർക്കുണ്ടാകുന്നത് നല്ലതാണ്. ഇത് പക്ഷേ എങ്കിലും ആ കുടുംബങ്ങളൊക്കെ സംരക്ഷിക്കുന്ന ഒരു നിലപാട് ഇന്നത്തെ സർക്കാർ VD സതീശൻ സർക്കാരിന്റെ ഭാഗത്ത് ഉണ്ടാവട്ടെ എന്നുള്ള ഒരു പ്രത്യാശയും കൂടി ഞാൻ ഈ അവസരത്തിൽ പറയാം. ഓക്കെ, വ്യക്തമാണ്. അപ്പോൾ നമ്മുടെ പ്രേക്ഷകരിങ്ങനെ എനിക്ക് യൂട്യൂബിൽ നിരന്തരം കമൻറ്റുകൾ അയക്കുന്നുണ്ട്. ജോണി വിൽഫ്രഡ് എനിക്ക് ഹലോ എന്നൊക്കെ പറയുന്നുണ്ട്. ജോണി വിൽഫ്രഡ് നമ്മുടെ തിരുവനന്തപുരം തൈക്കാടുകാരനാണ്. അദ്ദേഹം കൈയൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ജോണി വിൽഫ്രഡിന് എൻ്റെയും ആശംസകൾ. പിന്നെ അന്ന് ഈ രാജൻ കൊലക്കേസിൻ്റെ അന്ന് മുഖ്യമന്ത്രി C. അച്യുതമേനോനായിരുന്നു എന്ന് ഓർമ്മിപ്പിക്കുന്നു തുളസീദാസൻ നാരായണൻ ഓർമ്മിപ്പിക്കും. ഓക്കെ, അപ്പം അതാണ് കാര്യം. അപ്പോൾ ഏതായാലും എനിക്ക് സമയം അതിക്രമിച്ചതുകൊണ്ടാണ് നമ്മൾ യൂട്യൂബിലും ഞാൻ ഈ വിഷയം പ്രേക്ഷകർക്ക് മുന്നിൽ ധാരാളം ചർച്ച ചെയ്തിരുന്നു. വിവാദങ്ങൾ സർക്കാരിൻ്റെ പ്രതിച്ഛായയെ ബാധിച്ചോ എന്നാണ് ഞാൻ ചോദിച്ചത്. പക്ഷേ 19% ആളുകൾ മാത്രമേ സർക്കാരിൻ്റെ പ്രതിച്ഛായയെ ബാധിച്ചുള്ളൂ എന്ന് പറയുന്നു. അതേസമയം 81% ആളുകൾ സർക്കാരിന് മികച്ച പ്രതിച്ഛായ എന്ന കടുത്ത നിലപാടിൽ തന്നെയാണ്. അപ്പോൾ ഒരു സർക്കാരിൻ്റെ യഥാർത്ഥ വിലയിരുത്തൽ ഒരാഴ്ച കൊണ്ടോ അല്ലെങ്കിൽ ഒരു മാസം കൊണ്ടോ പൂർത്തിയാകില്ല എന്ന് എനിക്കറിയാം. പക്ഷേ അധികാരത്തിലെത്തിയ ആദ്യ ദിവസം തന്നെ സർക്കാരിൻ്റെ ശൈലിയും രാഷ്ട്രീയ ദിശയും ഒരുപക്ഷെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. VD സതീശൻ സർക്കാരിൻ്റെ ആദ്യ ആഴ്ച തന്നെ വിവാദങ്ങളും പ്രതീക്ഷകളും ഒരുപോലെ ഉയർന്നത് നമ്മൾ കണ്ടു. ഒരു വശത്ത് ജനകീയ ഇമേജ് സൃഷ്ടിക്കാനുള്ള ഒരു ശ്രമമുണ്ട്, മറുവശത്ത് വിവാദങ്ങളുണ്ട്. കേരള രാഷ്ട്രീയം ഇപ്പോഴൊരു പുതിയ പരീക്ഷണ ഘട്ടത്തിലാണ് എന്ന് സംശയമില്ല. ആ പരീക്ഷണത്തിൽ VDS സർക്കാർ വിജയിക്കുമോ എന്നത് തീരുമാനിക്കുക വരും ദിവസങ്ങളായിരിക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല. നമുക്ക് കാത്തിരുന്ന് കാണാം. നല്ലത് മാത്രം നമുക്ക് പ്രതീക്ഷിക്കാം, ആഗ്രഹിക്കാം. ഇന്നത്തെ പൊതുവേദി ഇവിടെ സമാപിക്കുന്നു. നാളെ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.